പ്രിയപ്പെട്ട പ്രേക്ഷകർ ഗുഡ് ആഫ്റ്റർനൂൺ പറയുന്നു. അപ്പോൾ എല്ലാവർക്കും ഒരിക്കൽ കൂടി ഒരു നല്ല ദിവസം ആശംസിക്കും. നമ്മൾ ആദ്യ വാർത്തയിലേക്ക് തന്നെ പോകുന്നു. പന്തീരാങ്കാവിലേക്ക് തന്നെയാണ്. രാഹുലിന്റെ കുടുംബത്തിനെതിരെയും ഗുരുതരാരോപണങ്ങൾ. പന്തീരാങ്കാവ് ഗാർഹിക പീഡന കേസിൽ ഭർത്തൃ വീട്ടുകാർക്കെതിരെ പെൺകുട്ടി നൽകിയ മൊഴിയിലുള്ളത് ഗുരുതരാരോപണങ്ങളാണ്. പ്രതി രാഹുൽ പി ഗോപാൽ കൂടുതൽ സ്ത്രീധനം ചോദിച്ചെന്നും നിർബന്ധിച്ച് മദ്യം കുടിപ്പിച്ചു എന്നും മൊഴിയിലുണ്ട്. പന്തീരങ്കാവ് ഗാർഹിക പീഡന കേസിൽ മർദ്ദനത്തിനിരയായ യുവതിയുടെ മൊഴിയിലാണ് കടുത്ത പീഡനമാണ് നേരിട്ടതെന്ന് വ്യക്തമാക്കുന്നത്. വിവാഹം കഴിഞ്ഞതിന്റെ ആദ്യ ദിവസം തന്നെ ഭർത്താവ് പെൺകുട്ടിയുടെ മൊബൈൽ വാങ്ങിവെച്ചു. അഭിനന്ദനമായി വന്ന സന്ദേശങ്ങൾ പോലും മോശമായി ചിത്രീകരിച്ചു. 12-ാം തീയതി പുലർച്ചെ യുവതിയെ മർദ്ദനത്തിനിരയാക്കുമ്പോൾ തൊട്ടടുത്ത മുറിയിൽ രാഹുലിന്റെ അമ്മയും സുഹൃത്തും സഹോദരിയും അടക്കമുള്ളവർ ഉണ്ടായിരുന്നുവെന്നും ഇവരാരും തന്നെ സഹായിക്കാനായി എത്തിയില്ല എന്നും പെൺകുട്ടി മൊഴി നൽകി. കോഴിക്കോട് ബീച്ചിൽ ആദ്യമായി പോയപ്പോൾ ഭർത്തൃമാതാവ് തന്നോട് സംസാരിക്കുന്നില്ല എന്ന് രാഹുലിനോട് പറഞ്ഞു. ഇക്കാര്യം പറഞ്ഞ് രാഹുൽ തന്നെ മർദ്ദിച്ചുവെന്നും മൊഴിയിലുണ്ട്. ഭർത്താവും ഭർത്തൃമാതാവും സുഹൃത്തും ചേർന്ന് ഒരുമിച്ചിരുന്ന് മദ്യപിക്കാറുണ്ട്. തന്നെ ബലം പ്രയോഗിച്ച് മദ്യം കുടിപ്പിച്ചപ്പോൾ താൻ ഛർദ്ദിച്ചുവെന്നും പെൺകുട്ടി മൊഴി നൽകി. 12-ാം തീയതി പുലർച്ചെ മർദ്ദിക്കുന്ന സമയത്ത് തനിക്ക് കൂടുതൽ സ്ത്രീധനത്തിന് അർഹതയുണ്ട് എന്നും ഇനി എന്തെങ്കിലും കൂടി തരുമോ എന്ന് ചോദിച്ചാണ് രാഹുൽ ഉപദ്രവിച്ചതെന്നും പെൺകുട്ടി മൊഴി നൽകിയിട്ടുണ്ട്. 8 പേജുള്ള മൊഴിയാണ് പെൺകുട്ടി ഫറോക്ക് അസിസ്റ്റന്റ് കമ്മീഷണർക്ക് നൽകിയത്. ഈ മൊഴിയുടെ അടിസ്ഥാനത്തിൽ കേസിൽ രാഹുലിനെ മാതാവിനെ അടക്കം പ്രതിയാക്കാനുള്ള സാധ്യതയും പോലീസ് പരിശോധിക്കുന്നുണ്ട്. പന്തീരങ്കാവ് ഗാർഹിക പീഡന കേസിൽ മുഖ്യപ്രതിയുടെ അറസ്റ്റിന് മുൻപ് തന്നെ പ്രതിയുടെ അമ്മയുടെ അടക്കം അറസ്റ്റുണ്ടാകാനുള്ള സാധ്യത അന്വേഷണ സംഘം തള്ളിക്കളയുന്നില്ല. പെൺകുട്ടിയുടെ മൊഴി പരിശോധിച്ച ശേഷം കൂടുതൽ നടപടികളിലേക്ക് കടക്കുമെന്നുള്ളതാണ് അന്വേഷണ സംഘം വ്യക്തമാക്കുന്നത്. എസ് ശ്യാംകുമാർ, 24, കൊച്ചി. പന്തീരാങ്കാവ് ഗാർഹിക പീഡന കേസിൽ പ്രതിക്കായ വിദേശത്തേക്ക് അന്വേഷണം വ്യാപിപ്പിക്കുന്നു പോലീസ്. പ്രതി രാഹുൽ പി ഗോപാൽ ബംഗളൂരു വഴി സിംഗപ്പൂരിലേക്ക് കടന്നതിന് പിന്നാലെയാണ് പോലീസ് നീക്കം. രാഹുലിന്റെ മാതാവിനെയും സഹോദരിയുടെയും മൊഴി പോലീസ് ഉടൻ രേഖപ്പെടുത്തും. സംഭവത്തിൽ ഗവർണർ റിപ്പോർട്ട് തേടി. പ്രതി സിംഗപ്പൂരിലേക്ക് കടന്ന സാഹചര്യത്തിലാണ് അന്വേഷണം രാജ്യത്തിന് പുറത്തേക്ക് വ്യാപിപ്പിക്കാനുള്ള പോലീസ് തീരുമാനം. പ്രതിയെ പിടികൂടുന്നതിനായി ഇന്റർപോളിന്റെ സഹായവും പോലീസ് തേടും. പെൺകുട്ടിയുടെയും കുടുംബത്തിന്റെയും മൊഴികളുടെ അടിസ്ഥാനത്തിൽ കൂടുതൽ പേരെ പ്രതി ചേർക്കാനാണ് നീക്കം. അന്വേഷണത്തിൽ തൃപ്തിയുണ്ടെന്നും മാപ്പല്ല നീതിയാണ് വേണ്ടതെന്നും പെൺകുട്ടിയുടെ കുടുംബം. മാപ്പ് ചോദിച്ചതിൽ കാര്യമില്ല. കാരണം എന്ന് വെച്ചാൽ അത്രയും ക്രൂരമായിട്ടുള്ളൊരു മർദ്ദനമല്ലേ. കേവലം ഒരു അടിയോ അല്ലെങ്കിൽ ഒരു പിച്ചോ അല്ലല്ലോ. ഏതായാലും അവർ കുറ്റം സമ്മതിക്കുന്നതായിട്ടാണല്ലോ ഇതിലൂടെ നമ്മൾ മനസ്സിലാക്കുന്നത്. അതിന് ആ കുറ്റം ചെയ്തതിന് അവൻ ശിക്ഷ അനുഭവിക്കേണ്ടതായിട്ട് തന്നെ വരും. സംഭവത്തിൽ ഗവർണർ റിപ്പോർട്ട് തേടി. I have already given instructions to the Raj Bhavan to seek a report from the police headquarters about this. I would like to visit the family as soon as possible, but before that, I want to know what action has been taken, and therefore I have sought the report. Only after that I would like to visit. പ്രതിയുടെ വീട്ടിലെത്തിയ അന്വേഷണ സംഘം CCTV ദൃശ്യങ്ങൾ ശേഖരിച്ചു. തുടരന്വേഷണത്തിൽ ഈ ദൃശ്യങ്ങൾ നിർണായകമാകും. രാഹുലിന്റെ മാതാവിന്റെയും സഹോദരിയുടെയും മൊഴി പോലീസ് ഉടൻ രേഖപ്പെടുത്തും. അതിനിടെ കേസിൽ പന്തീരങ്കാവ് പോലീസിന് വീഴ്ചയെന്നാരോപിച്ച് യൂത്ത് കോൺഗ്രസ് സ്റ്റേഷനിലേക്ക് മാർച്ച് നടത്തി. 24 കോഴിക്കോട്. കൃഷ്ണ സതീഷ് ചോദിക്കുന്നു, നാട്ടിൽ നിന്ന് പിടിച്ചാൽ പോലീസിന് കുറച്ചിലാണോ എന്ന് ചോദിക്കുന്നു. അപ്പോൾ എന്ന് പറഞ്ഞാൽ ആ സമയത്ത് ഈ പെൺകുട്ടിയും കുടുംബവും ഒക്കെ ഇത്രയും ഗുരുതരമായ കാര്യങ്ങൾക്ക് പന്തീരാങ്കാവ് പോലീസിൽ പറഞ്ഞതാണ്. മൊബൈലിൻ്റെ ചാർജറിട്ട് കഴുത്തിൽ മുറുക്കിയവരൊക്കെ FIR എഴുതി വെച്ചിട്ടും ഈ പറയുന്ന ജാമ്യമില്ലാത്ത വകുപ്പ്, പിടിച്ചകത്തിടാനുള്ള വകുപ്പ് ചുമത്താത്തതും ഇനി പിടിച്ചകത്തിടാവുന്ന വകുപ്പ് ചുമത്തിയിട്ട് പോലും അറസ്റ്റ് ചെയ്യേണ്ടതില്ല എന്ന് പോലീസ് തീരുമാനിച്ചതൊക്കെ പ്രതിക്ക് സുഗമമായി ബംഗളൂരു വഴി സിംഗപ്പൂരിലേക്കും അത് സിംഗപ്പൂരും ജർമ്മനിയിലേക്ക് പോയിട്ടുണ്ടോ എന്ന് ഇപ്പോഴും ഉറപ്പിക്കാനായിട്ടില്ല. അപ്പോൾ അത് ആ മണിക്കൂറുകളിൽ പോലീസ് കൃത്യമായി പ്രതിക്കൊപ്പം നിന്നു എന്ന കാര്യത്തിൽ തർക്കമില്ല. അതിനുശേഷം ആ പോലീസുകാർക്കെതിരെ എന്ത് നടപടി എടുത്തു എന്ന് പറഞ്ഞാലും പിന്നെ എന്ത് ഇന്റർപോൾ എന്തിനാ നാട് വിട്ടു കഴിഞ്ഞാൽ പിന്നെ എന്ത് കേസ് എന്നൊക്കെയുള്ള ചോദ്യം പ്രേക്ഷകർ കമന്റ് ബോക്സിൽ ചോദിക്കുന്നു. ഒന്ന് കാത്തിരുന്ന് കാണാം. കോഴിക്കോട് മെഡിക്കൽ കോളേജിൽ ഗുരുതര ചികിത്സാ പിഴവ്. കോഴിക്കോട് മെഡിക്കൽ കോളേജിൽ ഗുരുതരമായ ചികിത്സാ പിഴവ്. 6ാം വിരൽ ശസ്ത്രക്രിയ ചെയ്ത് നീക്കുന്നതിന് പകരം നാവിൽ സർജറി ചെയ്തു. കോഴിക്കോട് ചെറുവണ്ണൂർ സ്വദേശിയായ 4 വയസ്സുകാരിയെയാണ് അവയവം മാറി ശസ്ത്രക്രിയ ചെയ്തത്. കുഞ്ഞിന് നാക്കിലെ ബുദ്ധിമുട്ട് പരിഹരിക്കാനാണ് ആദ്യം ശ്രമിച്ചത് എന്നാണ് ഡോക്ടറുടെ വിശദീകരണം. ഡോക്ടർ മാപ്പ് പറഞ്ഞെന്നും പരാതിയില്ലെന്നും കുടുംബം പറയുന്നു. രാഹുൽ സുരേഷാണ് ആ വാർത്തയുടെ വിവരങ്ങൾ വച്ചിരുന്നത്. രാഹുൽ, ഇതെന്താണ്, എന്തുകൊണ്ട് പരാതിയില്ല എന്നറിയാൻ കഴിയുന്നില്ല. മാത്രമല്ല ഡോക്ടർ പറയുന്നത് അതിലും തമാശയാണെന്ന് പറഞ്ഞാൽ കുട്ടി കരയുന്നു, കരഞ്ഞപ്പോൾ കുഞ്ഞിൻ്റെ നാക്കിൽ കെട്ട്, എന്നാൽ പിന്നെ ആ സർജറി കഴിഞ്ഞിട്ട് 6ാം വിരലിലേക്ക് നോക്കാമെന്നൊക്കെ പറയുന്നു. പരിഹാസ്യമാണേ രാഹുലെ.
ഹാഷ്മി, ഇന്നലെ വൈകിട്ടാണ് ചെറുവണ്ണൂർ സ്വദേശിയായ 4 വയസ്സുകാരിയെ കോഴിക്കോട് മെഡിക്കൽ കോളേജ് ആശുപത്രിയിൽ പ്രവേശിപ്പിക്കുന്നത്. ഹാഷ്മി സൂചിപ്പിച്ച പോലെ തന്നെ കൈപ്പത്തിയിലെ 6-ാം വിരൽ ശസ്ത്രക്രിയയിലൂടെ മാറ്റുക, അതായിരുന്നു ഇതിന്റെ ലക്ഷ്യം. ഇന്ന് രാവിലെ ശസ്ത്രക്രിയ പൂർത്തിയായി ഈ കുട്ടിയെ വാർഡിലേക്ക് മാറ്റിയപ്പോഴാണ് ചികിത്സാ പിഴവ് കുടുംബം തിരിച്ചറിയുന്നത്. അതായത് കുട്ടിയുടെ വായിൽ പഞ്ഞ് കണ്ടതോടെയാണ് കുടുംബത്തിന് ആദ്യം സംശയം തോന്നിയത്. തുടർന്ന് വാ തുറന്നു നോക്കിയപ്പോൾ നാക്കിനടിയിൽ പഞ്ഞുള്ളതായും മുറിവുള്ളതായും കണ്ടു. മാത്രമല്ല കൈപ്പത്തിയിലെ ഈ കെട്ട് തുറന്നു നോക്കിയപ്പോൾ 6-ാം വിരൽ അതുപോലെ തന്നെ കൈപ്പത്തി തുടരുന്നതായും കുടുംബം കണ്ടു. ഇതോടെയാണ് ഈ ഡോക്ടറെയും അതോടൊപ്പം ആശുപത്രി അധികൃതരെയും ഈ വിവരം അറിയിച്ചത്. ആദ്യഘട്ടത്തിൽ തന്നെ ഡോക്ടർ ഈ സംഭവം തിരിച്ചറിയുകയും തെറ്റ് അംഗീകരിക്കുകയും ചെയ്തു എന്നാണ് നമ്മൾ മനസ്സിലാക്കുന്നത്. ഹാഷ്മി സൂചിപ്പിച്ച പോലെ തന്നെ ഡോക്ടറുടെ വിശദീകരണമാണ് അതിൽ തമാശ. ഈ കുട്ടിയുടെ നാവിലും ശസ്ത്രക്രിയ വേണ്ടി വന്നു, അതുകൊണ്ട് ആദ്യം അത് ചെയ്തു, പിന്നീട് കൈപ്പത്തിയുടെ ശസ്ത്രക്രിയ നടത്തി എന്നാണ് ആശുപത്രി അധികൃതരും അതോടൊപ്പം തന്നെ ഈ ഡോക്ടറും ഈ ഘട്ടത്തിൽ പറയുന്നത്. ഈ ചികിത്സാ പിഴവ് തിരിച്ചറിഞ്ഞതിന് പിന്നാലെ ഇന്ന് രാവിലെ 10 മണിയോടുകൂടിയാണ് ഈ കൈപ്പത്തിയിലെ 6-ാം വിരൽ മറ്റൊരു ശസ്ത്രക്രിയയിലൂടെ മാറ്റിയത് എന്നതാണ് അതിൽ മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം. ആദ്യഘട്ടത്തിൽ കുടുംബം പരാതിയുമായി രംഗത്തെത്തിയിരുന്നു. ആശുപത്രി അധികൃതർക്ക് രേഖാമൂലം തന്നെ പരാതി നൽകുകയും ചെയ്തിരുന്നു. പക്ഷേ ഈ ഡോക്ടർ ഈ കുടുംബാംഗങ്ങളോട് മാപ്പ് പറഞ്ഞതോടെ ഈ പരാതിയിൽ നിന്നും കുടുംബം താൽക്കാലികമായി പിന്മാറുകയായിരുന്നു. കുടുംബവുമായി നമ്മൾ സംസാരിച്ചു. അപ്പോൾ പറയുന്നത് ആശയവിനിമയത്തിൽ ഉണ്ടായ ചില പ്രശ്നങ്ങളാണ് ഇത്തരത്തിൽ വിവാദത്തിലേക്ക് എത്തിച്ചത്. ഇനി ഈ പരാതിയുമായി തങ്ങൾക്ക് മുന്നോട്ട് പോകാൻ താല്പര്യമില്ല എന്നാണ് കുടുംബം പറയുന്നത്. പക്ഷേ ഈ ചികിത്സാ പിഴവിനെ വലിയ കാര്യമായി ആരോഗ്യവകുപ്പ് കാണുന്നുണ്ട്. ഇതുമായി ബന്ധപ്പെട്ടാണ് നിലവിൽ കോഴിക്കോട് മെഡിക്കൽ കോളേജിന്റെ നേതൃത്വത്തിൽ അന്വേഷണം ആരംഭിക്കാൻ തീരുമാനിച്ചിട്ടുള്ളത്. അതിൻ്റെ അടിസ്ഥാനത്തിൽ സൂപ്രണ്ട് പ്രിൻസിപ്പലിനോട് ഇത് സംബന്ധിച്ച് അന്വേഷണം നടത്തി റിപ്പോർട്ട് സമർപ്പിക്കാനാണ് ഈ ഘട്ടത്തിൽ നിർദ്ദേശം നൽകിയിട്ടുള്ളത്. അതിൻ്റെ അടിസ്ഥാനത്തിൽ ഡോക്ടറുടെ മൊഴിയും രേഖപ്പെടുത്തിയിട്ടുണ്ട്. ഹാഷ്മി. രാഹുൽ സുരേഷാണ് വാർത്തയുടെ വിവരങ്ങൾ നൽകിയത്. KP മൊയ്തീൻ പറയുകയാണ്, കേടുവന്ന പല്ലിന് പകരം നല്ല പല്ലെടുക്കുന്നത് കേട്ടുണ്ട്, വിരലും നാവും അജഗജാന്തര മാറ്റമില്ലേ എന്ന് പറയുകയാണ്. അപ്പോൾ അതാണ്, അത്രയും ബോധത്തിലാണ് സർജറി എന്നൊക്കെ വേണം മനസ്സിലാക്കാൻ. വർഷിപ്പ് പറയുന്നു, സർക്കാർ ഹോസ്പിറ്റലുകളിൽ രോഗികളുമായി പോകുമ്പോൾ ഹോസ്പിറ്റലിന് ചുറ്റും വട്ടം ചുറ്റിക്കുന്ന രീതിക്ക് ഒരു മാറ്റവുമില്ല, അനാസ്ഥകൾ നേരിൽ കണ്ട ദിവസങ്ങളെന്ന് പറയുന്നു. അപ്പോൾ നമ്മുടെ ആരോഗ്യരംഗത്ത് കേരള മോഡൽ എന്ന് നമ്മൾ അഭിമാനം ഊറ്റം കൊള്ളുന്നതാണ്. ആ മോഡലിൽ സംഭവിച്ചുകൂടാത്തതാണ്, പരിഹരിക്കപ്പെടും എന്ന് പ്രതീക്ഷിക്കാം. പനമ്പള്ളി നഗറിൽ നവജാത ശിശുവിനെ ഫ്ളാറ്റിൽ നിന്ന് താഴേക്ക് എറിഞ്ഞ് കൊലപ്പെടുത്തിയ കേസിൽ യുവതിയുടെ ആൺ സുഹൃത്തിനെതിരെ കേസെടുത്തു. വിവാഹ വാഗ്ദാനം നൽകി ലൈംഗികമായി പീഡിപ്പിച്ചു എന്നാണ് കേസ്. തൃശൂർ സ്വദേശിയായ റഫീഖിനെതിരെ സൗത്ത് പോലീസാണ് കേസെടുത്തത്. റഫീഖ് തന്നെ വിവാഹ വാഗ്ദാനം നൽകി കബളിപ്പിച്ചു എന്നാണ് കേസിലെ 1-ാം പ്രതിയായ യുവതിയുടെ മൊഴി. ബലാത്സംഗം ഉൾപ്പെടെയുള്ള വകുപ്പുകൾ ചുമത്തിയിട്ടുണ്ട്. താൻ ഗർഭിണിയാണ് എന്നറിഞ്ഞപ്പോൾ റഫീഖ് ഒഴിവാക്കാൻ ശ്രമിച്ചതായും യുവതി മൊഴി നൽകി. തൃപ്പൂണിത്തുറയിൽ വെച്ചായിരുന്നു പീഡനം. അതിനാൽ സൗത്ത് പോലീസ് രജിസ്റ്റർ ചെയ്ത കേസ് ഹിൽ പാലസ് പോലീസിന് കൈമാറി. ഇയാളെ ഉടൻ കസ്റ്റഡിയിലെടുക്കും. കുട്ടിയെ കൊലപ്പെടുത്തിയ യുവതി ഇപ്പോഴും ആരോഗ്യം വീണ്ടെടുത്തിട്ടില്ല. മെഡിക്കൽ കോളേജിൽ ചികിത്സയിലാണ് ഇവർ. മെഡിക്കൽ റിപ്പോർട്ടിന്റെ അടിസ്ഥാനത്തിൽ പ്രതിയെ കസ്റ്റഡിയിൽ വാങ്ങി വിശദമായി ചോദ്യം ചെയ്യുമെന്ന് പോലീസ് വ്യക്തമാക്കി. 24 കൊച്ചി. ജിബിൻ പി മാത്യു പറയുന്നു, ഈ കേസുകളിലൊക്കെ ഒരു സർക്കാർ സ്പോൺസറുടെ പ്രതിയുണ്ട്, മദ്യം എന്ന് പറയുകയാണ്. വീരാൻ PK പറയുന്നു, രാഹുൽ ഗോപാലൻ നാട്ടിലുള്ളപ്പോൾ അവനെ പോലീസ് തലോടി, പാസ്പോർട്ടെങ്കിലും പോലീസ് വാങ്ങിവെച്ചിരുന്നെങ്കിൽ എന്നപ്പോൾ തന്നെ നമ്മുടെ ആ ദിവസത്തെ എൻകൗണ്ടർ ചർച്ചയിലൊക്കെ നമ്മൾ പറയുന്നുണ്ടായിരുന്നു, ഇത് പ്രതി രാജ്യം വിട്ടുപോകാനുള്ള പണിയാണെന്ന് പറയുന്നുണ്ടായിരുന്നു. അപ്പോൾ അത്രയും മനസ്സിലാക്കാത്തവരല്ല പോലീസുകാർ. രാജ്യം വിട്ടുപോകുന്നെങ്കിൽ പൊക്കോട്ടെ എന്നൊരു മനോസ്ഥിതി ആർക്കൊക്കെ ഉണ്ടായി എന്ന അന്വേഷണത്തിൽ വ്യക്തമാവേണ്ട കാര്യമാണ്. കാസർഗോഡ് പടന്നാക്കാട്ടെ 8 വയസ്സുകാരെ തട്ടിക്കൊണ്ടുപോയി പീഡിപ്പിച്ച കേസ് അന്വേഷിക്കാൻ പ്രത്യേക സംഘം. കാഞ്ഞങ്ങാട് DYSP VV ലതീഷാണ് അന്വേഷണ തലവൻ. കുട്ടിയുടെ വീടും പരിസരവും കൃത്യമായി അറിയുന്ന ആളാണ് പ്രതി എന്നാണ് പോലീസിന്റെ നിഗമനം. മുത്തച്ഛനൊപ്പം ഉറങ്ങിക്കിടന്ന പെൺകുട്ടിയെ തട്ടിക്കൊണ്ടുപോയി ലൈംഗികാതിക്രമം നടത്തിയ പ്രതിക്കായി അന്വേഷണം തുടരുകയാണ്. കാഞ്ഞങ്ങാട് DYSP VV ലതീഷിന്റെ നേതൃത്വത്തിൽ വിവിധ സംഘങ്ങളായാണ് തെരച്ചിൽ. കാഞ്ഞങ്ങാട് ബേക്കൽ മുൻ DYSPമാരായിരുന്ന PP ബാലകൃഷ്ണൻ നായർ, CK സുനിൽകുമാർ എന്നിവരും ബേക്കൽ DYSP ജയൻ ഡൊമിനിക്കും സംഘത്തിലുണ്ട്. വീടും പരിസരവും അടുത്തറിയാവുന്ന ആളാകാം പ്രതിയെന്നാണ് പോലീസിന്റെ പ്രാഥമിക നിഗമനം. ഈ ഒഫൻസിൻ്റെ സീരിയസ്നെസ് കണക്കാക്കി ഒരു സ്പെഷ്യൽ ടീമാണ് ഇത് അന്വേഷിക്കുന്നത്. പല ആംഗിളിൽ നമ്മൾ അന്വേഷിക്കുന്നുണ്ട്. അപ്പം അതിനെക്കുറിച്ച് ഇപ്പോൾ ഒന്നും പറയാറായിട്ടില്ല. അത് റിസൾട്ട്സ് കിട്ടുമ്പോൾ നമ്മൾ അറിയിക്കാം. ഇപ്പം നമ്മൾ കിഡ്നാപ്പിങ്ങും അതുപോലെ തന്നെ സെക്ഷൽ അസോൾട്ടിനുള്ള കേസ് എടുത്തിട്ടുണ്ട്. പോലീസിനൊപ്പം നാട്ടുകാരും പ്രതിക്കായി തെരച്ചിൽ നടത്തുകയാണ്. സംഭവത്തിന്റെ ഞെട്ടലിലാണ് ഇപ്പോഴും നാട്ടുകാർ. അന്വേഷണം ശക്തമായിട്ട് ഉണ്ടെന്ന് നമുക്ക് തോന്നുന്നുണ്ട്. പക്ഷെ അത് ആളെ പിടിക്കാത്തത് കൊണ്ട് നമുക്കൊരു വിഷമം തന്നെ. അത് കിട്ടിയാലേ ഞങ്ങൾക്ക് ഒരു ഇതില്ല. ഞങ്ങളും അതിൻ്റെ കൂടെ സഹകരിക്കാൻ വേണ്ടിയിട്ടാണ് ഇല്ലത്. SP നേരിട്ടാണ് കേസിന്റെ മേൽനോട്ടം. നോർത്ത് DIG
തോംസൺ ജോസിന്റെ നേതൃത്വത്തിൽ പ്രത്യേക യോഗം ചേർന്നിരുന്നു. 24 കാസർഗോഡ്. ഭക്ഷ്യസുരക്ഷാ വകുപ്പ് ഓഫീസുകളിൽ വിജിലൻസിന്റെ മിന്നൽ പരിശോധന. ഭക്ഷ്യസുരക്ഷാ വകുപ്പ് നൽകുന്ന രജിസ്ട്രേഷനിലും ലൈസൻസിലും ക്രമക്കേട് നടക്കുന്നു എന്ന രഹസ്യവിവരത്തിന്റെ അടിസ്ഥാനത്തിലാണ് പരിശോധന. ഭക്ഷ്യസുരക്ഷാ കമ്മീഷണറേറ്റിലും പരിശോധന നടക്കുന്നുണ്ട്. ഷഫീദ് റാവുത്തർ വിവരങ്ങൾ. ഷഫീദ്, പരിശോധനയുടെ പശ്ചാത്തലം എന്താണ്? പരിശോധനയിൽ കണ്ടെത്താൻ കഴിയുന്നത് എന്താണ്? ഷഫീദിലേക്ക് എത്താം, ആ പരിശോധനയുടെ വിഷയങ്ങളിലേക്കും എത്താം. അതിനു മുമ്പ് ഒരു വാർത്ത. 2 ആഴ്ചയ്ക്ക് ശേഷം സംസ്ഥാന ഡ്രൈവിംഗ് ടെസ്റ്റുകൾ പുനരാരംഭിച്ചു. ഇന്നലെ ഗതാഗത മന്ത്രി വിളിച്ച ചർച്ചയിലാണ് സമരം പിൻവലിക്കാൻ സംയുക്ത സമരസമിതി തീരുമാനിച്ചത്. കൂടുതൽ ഇളവുകളോടെയാണ് ടെസ്റ്റുകൾ നടക്കുന്നത്. പ്രതിഷേധത്തിലായിരുന്ന ഡ്രൈവിംഗ് സ്കൂൾ ഉടമകൾ ഗ്രൗണ്ടുകളും വാഹനങ്ങളും ടെസ്റ്റിന് വിട്ടു നൽകി. ഇന്നലെ ഗതാഗത മന്ത്രിയുമായി ഡ്രൈവിംഗ് സ്കൂൾ തൊഴിലാളി സംഘടനകൾ നടത്തിയ ചർച്ചയിൽ ഇളവുകൾ സംബന്ധിച്ച് തീരുമാനമായതോടെയാണ് സമവായം. ചർച്ചയിലെ തീരുമാനങ്ങളനുസരിച്ചാണ് ഇന്ന് ടെസ്റ്റ് നടന്നതെന്ന് മോട്ടോർ വാഹന ഇൻസ്പെക്ടർ ഡി വേണുകുമാർ. പഴയ പോലെ തന്നെ 8ഉം എച്ചും ആദ്യം നടത്തും. 8ഉം എച്ചും നടത്തിയതിന് ശേഷം നേരെ റോഡിലേക്ക് കൊണ്ടുപോകുന്ന വഴിയിൽ ഗ്രേഡിയൻ ടെസ്റ്റ് ആദ്യം നടത്തും. അതായത് കയറ്റത്ത് നിർത്തിയിട്ട് മുന്നോട്ടെടുക്കാൻ പറയും. അതുപോലെ ഇറക്കത്ത് കൊണ്ട് നിർത്തിയിട്ട് റിവേഴ്സ് കുറച്ച് ദൂരം, ഒരല്പ ദൂരം റിവേഴ്സ് എടുക്കാൻ പറയും. പിന്നെ ലെഫ്റ്റിലേക്കുള്ള ടേണിങ്, റൈറ്റിലേക്കുള്ള ടേണിങ്, പിന്നെ നോർമൽ പാർക്കിംഗ്, റിവേഴ്സ് പാർക്കിംഗ് തുടങ്ങിയ എല്ലാ കാര്യങ്ങളും റോഡ് ടെസ്റ്റിനിടയിൽ ചെയ്യും. തിരുവനന്തപുരം മുട്ടത്തറയിൽ 40 സ്ലോട്ടുകൾ അനുവദിച്ചിരുന്നുവെങ്കിലും മുഴുവൻ പേരും എത്തിയില്ല. നാളെ മുതൽ സ്ലോട്ടുള്ള മുഴുവൻ ആളുകളെയും ടെസ്റ്റിനെത്തിക്കാനാണ് ഡ്രൈവിംഗ് സ്കൂളുകളുടെ തീരുമാനം. കൊച്ചിയിലും കോഴിക്കോടും പരീക്ഷാർത്ഥികൾ എത്തിയെങ്കിലും സെർവർ തകരാറിനെ തുടർന്ന് ടെസ്റ്റ് മുടങ്ങി. ഇന്നലെ ഉച്ചയ്ക്ക് ശേഷം സൈറ്റ് ഡൗൺ ആയതാണ്. ആ സൈറ്റ് ഡൗൺ ആയിട്ട് ഇന്ന് അറ്റൻഡ് ചെയ്യേണ്ടവരുടെ ലിസ്റ്റ് എടുത്തതിന് ശേഷം മാത്രമേ നമുക്കിവിടെ ചേർക്കാൻ പറ്റുള്ളൂ. ആ ചേർക്കണമെങ്കിൽ 11:30 ശേഷം മാത്രമേ ലിസ്റ്റ് എടുക്കാൻ പറ്റുള്ളൂ. പ്രതിഷേധം കാരണം മുടങ്ങിപ്പോയ ടെസ്റ്റുകൾ പൂർത്തിയാക്കുന്ന കാര്യത്തിൽ ഉടൻ തീരുമാനമെടുക്കുമെന്ന് ഗതാഗത മന്ത്രി KB ഗണേഷ് കുമാർ അറിയിച്ചു. ടെസ്റ്റുകൾ കൂടുതൽ കാര്യക്ഷമമായി നടത്തുന്നതിന് KSRTCയുടെ ഗ്രൗണ്ടുകൾ ഉടൻ സജ്ജമാക്കാനാണ് ഗതാഗത വകുപ്പിന്റെ നീക്കം. 24 തിരുവനന്തപുരം. അതിന്റെ തുടർച്ചയായി വരുന്ന വാർത്ത 18-ാം തീയതി വരെ ഡ്രൈവിംഗ് ടെസ്റ്റ് ഇല്ല എന്നുള്ളതാണ്. ഈ പറയുന്ന ഡ്രൈവിംഗ് എന്താണ്? സെർവർ തകരാറാണ് കാരണം. പരിവാഹൻ സൈറ്റ് തകരാറിലാണെന്നാണ് വിശദീകരണം. അപ്പോൾ സമരത്തിൻ്റെ പേരിൽ ദീർഘനാൾ അങ്ങനെ പ്രശ്നമായി. അപ്പോൾ സമരം പരിഹരിച്ച് കഴിയുമ്പോഴത്തേക്ക് സൈറ്റ് ഡൗൺ ആയി. അപ്പോൾ പരിവാഹൻ സൈറ്റ് പരിഹരിച്ച് 18-ാം തീയതി വീണ്ടും ടെസ്റ്റ് തുടങ്ങും എന്നാണ് ഇപ്പോൾ വരുന്ന അറിയിപ്പ്. ഭക്ഷ്യസുരക്ഷാ വകുപ്പ് ഓഫീസുകളിൽ വിജിലൻസിന്റെ മിന്നൽ പരിശോധന. ഭക്ഷ്യസുരക്ഷാ വകുപ്പ് നൽകുന്ന രജിസ്ട്രേഷനിലും ലൈസൻസിലും ക്രമക്കേട് നടക്കുന്ന രഹസ്യവിവരത്തിന്റെ അടിസ്ഥാനത്തിലാണ് പരിശോധന. ഷഫീദ് റാവുത്തറാണ് ആ വാർത്തയുടെ വിവരങ്ങളും വച്ചിരുന്നത്. ഷഫീദ്, വേലി തന്നെ വിളവ് തിന്നുന്നോ എന്ന സംശയത്തിലാണോ ആ പരിശോധന? അഷ്മി, ഇക്കാര്യത്തിൽ ഉറപ്പായും ഗൗരവത്തിലുള്ളൊരു പരിശോധന വിജിലൻസിന്റെ ഭാഗത്ത് നിന്നുണ്ടാകുന്നതാണ് ഏറ്റവും ശ്രദ്ധേയമായിട്ടുള്ള കാര്യം. ഇന്ന് രാവിലെ 11 മണി മുതലാണ് സംസ്ഥാനത്തെ ഭക്ഷ്യസുരക്ഷാ വകുപ്പ് ഓഫീസുകളിൽ വിജിലൻസിന്റെ മിന്നൽ പരിശോധന ആരംഭിച്ചത്. അതായത് സംസ്ഥാനത്ത് പ്രവർത്തിക്കുന്ന ഹോട്ടലുകൾക്കും മറ്റ് ഭക്ഷ്യ ഉൽപ്പന്നങ്ങൾ ഉൽപ്പാദിപ്പിക്കുന്നവർക്കും ഭക്ഷ്യസുരക്ഷാ വകുപ്പ് നൽകുന്ന രജിസ്ട്രേഷനിലും ലൈസൻസിലും ക്രമക്കേടുകൾ നടക്കുന്നുവെന്നും വിജിലൻസിന് രഹസ്യ വിവരം ലഭിച്ചിരുന്നു. മാത്രവുമല്ല, ഈ ഹോട്ടലിലെ ജീവനക്കാർക്ക് നൽകി വരുന്ന പരിശീലനത്തിൽ ക്രമക്കേട് നടക്കുന്നതായും ഭക്ഷ്യസുരക്ഷാ വകുപ്പ് ഉദ്യോഗസ്ഥർ പരിശോധനയ്ക്കായി എടുക്കുന്ന ഭക്ഷ്യ സാമ്പിളുകളിൽ ഗുണനിലവാരമില്ല എന്ന പരിശോധനാ ഫലം വരുന്നവയിൽ ചില ഉദ്യോഗസ്ഥർ മനഃപൂർവ്വം കാലതാമസം വരുത്തി അക്കാര്യത്തിൽ ചില സഹായങ്ങൾ ചെയ്തു നൽകുന്നു എന്നടക്കമുള്ള ഗുരുതര വിവരങ്ങളാണ് വിജിലൻസിന് ലഭിച്ചത്. ഇതിന്റെ അടിസ്ഥാനത്തിലാണ് വിജിലൻസ് മേധാവി ഇക്കാര്യത്തിൽ ഗൗരവമുള്ളൊരു പരിശോധന നടത്താൻ നിർദ്ദേശം നൽകി. ഇതിന്റെ അടിസ്ഥാനത്തിൽ ഇന്ന് രാവിലെ മുതൽ ഓപ്പറേഷൻ അപ്പറ്റൈറ്റ് എന്ന പേരിൽ വിവിധ ഓഫീസുകളിൽ പരിശോധന ആരംഭിച്ചു. ഭക്ഷ്യസുരക്ഷാ കമ്മീഷണറേറ്റിലടക്കം പരിശോധന നടക്കുന്നതാണ് ഏറ്റവും ശ്രദ്ധേയമായിട്ടുള്ള കാര്യം. സംസ്ഥാനത്തെ 14 ജില്ലാ ഭക്ഷ്യസുരക്ഷാ അസിസ്റ്റന്റ് കമ്മീഷണർമാരുടെ ഓഫീസുകളിലും തിരഞ്ഞെടുത്ത 52 ഭക്ഷ്യസുരക്ഷാ സർക്കിൾ ഓഫീസുകളും ഉൾപ്പെടെ ആകെ 67 ഭക്ഷ്യസുരക്ഷാ ഓഫീസുകളിലാണ് മിന്നൽ പരിശോധന നടക്കുന്നത്. വിജിലൻസ് ഡയറക്ടർ TK വിനോദ് കുമാറാണ് ഇതുമായി ബന്ധപ്പെട്ട് ഉത്തരവ് നൽകുകയും ചെയ്തിട്ടുള്ളത്. ഇക്കാര്യത്തിൽ പിഴവുകൾ കണ്ടെത്തി കഴിഞ്ഞാൽ കർശന നടപടി ഉണ്ടാകുമെന്നും സർക്കാരിനോട് ഗൗരവത്തിൽ, പ്രത്യേകിച്ച് മനുഷ്യനെ നേരിട്ട് ബാധിക്കുന്ന വിഷയമായതിനാൽ സർക്കാരിനോട് അടിയന്തര പ്രാധാന്യത്തോടുകൂടി റിപ്പോർട്ട് നൽകി തുടർ നടപടിക്ക് ശുപാർശ ചെയ്യാനുമാണ് വിജിലൻസിന്റെ തീരുമാനം. ഹഷ്മി. ഷഫീദ് റാവുത്തറാണ് വാർത്തയുടെ വിവരങ്ങൾ നൽകിയത്. ഭക്ഷ്യവിഷവാദ വാർത്തയൊക്കെ ആവർത്തിക്കുന്നതിനിടെ അത് പരിഹരിക്കേണ്ട സംവിധാനമാണ്. സംവിധാനത്തിൽ വല്ല പ്രശ്നമുണ്ടോ എന്ന് പരിശോധിക്കുകയാണ്. നോക്കാം എന്താണ് ആ പരിശോധന കണ്ടെത്തുക എന്നുള്ളത്. എന്താ റോഷ്ടി പറയുന്നു, ഹോസ്പിറ്റലിൽ പോയാൽ അവിടെ രക്ഷയില്ല, കംപ്ലയിൻറ്റ് കൊടുക്കാൻ പോയാൽ പോലീസ് സ്റ്റേഷനിൽ രക്ഷയില്ല. ഹരിദാസ് പറയുകയാണ്, വലത് കൈ ഒടിഞ്ഞതിന് ഇടത് കൈയിൽ പ്ലാസ്റ്റർ ഇട്ട ഗവൺമെൻറ് ഹോസ്പിറ്റലുണ്ട് കേരളത്തിൽ എന്ന് പറഞ്ഞാൽ ഒരു സർജറി നടത്തിയ കത്രിക ഹർഷിനയുടെ വയറ്റിൽ വെച്ച് മറന്ന സംവിധാനമൊക്കെ ഇവിടെ ഉണ്ട് കേട്ടോ. അടച്ചു പറയുക അല്ലെങ്കിൽ കൂടിയും ഇത്തരം പുഴുക്കുത്തുകൾ ആരോഗ്യ കേരളത്തിന് നാണക്കേടാ നിൽപ്പുണ്ടെന്നുള്ള സത്യമാണ്. തമിഴ്നാട്ടിലെ കമ്പത്ത് കാറിനുള്ളിൽ മരിച്ചത് കോട്ടയം പൂവത്തുമൂട് സ്വദേശികൾ. വാകത്താനത്ത് വാടകയ്ക്ക് താമസിക്കുന്ന സജി, ഭാര്യ മേഴ്സി, മകൻ അഖിൽ എന്നിവരാണ് മരിച്ചത്. സാമ്പത്തിക ബാധ്യതയെ തുടർന്ന് ഇവർ നാടുവിട്ടതാണെന്ന് പോലീസ് പറയുന്നു.
ടോബി ജോൺസണാണ് ആ വാർത്തയുടെ വിവരങ്ങൾ വെച്ചത്. ടോബി, മരണത്തെക്കുറിച്ച് പോലീസ് പറയുന്നത് എന്താണ്? എന്തെങ്കിലും ദുരൂഹതയുണ്ടോ? ഹാഷ്മി, ഞാനിപ്പോൾ ഉള്ളത് ഈ കാഞ്ഞിരത്തുമൂട് എന്ന് പറയുന്ന സ്ഥലത്താണ്. അതായത് ഈ 3 പേരും താമസിച്ചിരുന്ന കുടുംബമായിട്ട് താമസിച്ചിരുന്ന സ്ഥലത്താണ്. ഞാൻ ഈ നിൽക്കുന്ന സ്ഥലത്തിന് തൊട്ടപ്പുറത്താണ് ഇവരുടെ വീടുള്ളത്. ചില സാമ്പത്തിക ബാധ്യതകളെ തുടർന്ന് ആ വീട് മറ്റൊരാൾക്ക് കൈമാറിയിട്ട് അവർ വാടകയ്ക്ക് താമസിക്കുകയായിരുന്നു എന്നാണ് നമുക്ക് അറിയാൻ സാധിച്ചത്. എന്തായാലും നിലവിൽ പോലീസിൽ നിന്ന് ലഭിക്കുന്ന ഒരു വിവരം ഇതുതന്നെയാണ്. സാമ്പത്തിക ബാധ്യതയാണ് ഈ മരണത്തിലേക്ക് നയിച്ചത് എന്നുള്ളൊരു സംശയം പോലീസും പറയുന്നുണ്ട്. എന്തായാലും കമ്പത്തേക്ക് ഒരു യൂണിറ്റ്, ഈ വാകത്താനം പോലീസിന്റെ ഒരു യൂണിറ്റ് ഇപ്പോൾ പോയിട്ടുണ്ട്. അവർ അവിടെ ചെന്ന് വ്യക്തത വരുത്താനുണ്ട്, കൂടുതൽ അന്വേഷണങ്ങൾ നടത്താനുണ്ട്, ശാസ്ത്രീയ പരിശോധനകൾ നടത്താനുണ്ട്. അതിനുശേഷമേ എങ്ങനെയാണ് മരണം എന്നതടക്കമുള്ള കാര്യങ്ങൾ പറയാൻ സാധിക്കും. എന്തായാലും എന്നോടൊപ്പം ഇപ്പോൾ ഈ മരിച്ച സജിയുടെ റിലേറ്റീവ് ആയിട്ടുള്ള ഡോക്ടർ തോമസ് ബേബി ഉണ്ട്. അദ്ദേഹത്തോട് തന്നെ നമുക്ക് ചോദിക്കാം, എപ്പോഴാണ് ഈ സംഭവം അറിഞ്ഞത്? ഇതിപ്പം രാവിലെ ഒരു 10 മണിയോടുകൂടിയാണ് ഞങ്ങൾ വിവരം അറിയുന്നത്. വളരെ നിർഭാഗ്യകരമായ ഒരു സംഭവമായി പോയി. നമ്മൾ ഒരിക്കലും ഇങ്ങനെയൊരു അൾട്ടിമേറ്റ് ഇതിൽ പ്രതീക്ഷിച്ചിരുന്നില്ല. കാര്യം സജി സാമ്പത്തികമായിട്ട് ചില ബുദ്ധിമുട്ടുകൾ നേരിടുന്നുണ്ടെന്നുള്ളത് ഞങ്ങൾക്കറിയാമായിരുന്നു. എൻ്റെ ഫസ്റ്റ് കസിൻ്റെ മകനാണ് സജി. അപ്പോൾ ആ കുടുംബത്തിലിപ്പം സജിയുടെ ഭാര്യ മെഴ്സി, അതുപോലെ മോൻ അഖിൽ, 3 പേരാണ് മരിച്ചിരിക്കുന്നത്. അപ്പം അറിഞ്ഞിരിക്കേണ്ടത് അഖിലിൻ്റെ ഒരു യങ്ങർ ബ്രദർ ഉണ്ടായിരുന്നു. പുള്ളി 18ാമത്തെ വയസ്സിൽ നീന്തൽ വശമില്ലായിരുന്നു. അങ്ങനെ അദ്ദേഹവും ഒരു അപകട മരണത്തിലാണ് പെട്ടത്. അങ്ങനെ ആ കുടുംബത്തിന് ഇപ്പം ആ കൂടി എന്താ പറയുന്ന, ആ കുടുംബത്തിൽ ആരും ഇല്ല. സാമ്പത്തിക ബാധ്യത ഉണ്ടായിരുന്നു. ആ സാമ്പത്തിക ബാധ്യത ഉണ്ടായിരുന്നു. അത് പൊതുവെ ഇവിടെ എല്ലാവർക്കും തന്നെ അറിയാമായിരുന്നു. അതിലെ പുള്ളി അങ്ങേയറ്റം വിഷമത്തിലുമായിരുന്നു. എന്ന് തൊട്ടേ ഇവരെ കാണാതായത്? ഇതൊരു ഒരാഴ്ചയായിട്ട് ഈ സ്ഥലത്ത്, അപ്പം ഇവിടുന്ന് തോട്ടയ്ക്കാട്ട് ഒരു സ്ഥലത്താണ് ഇപ്പം താമസിച്ച് വന്നത്. അവിടുന്ന് തന്നെ ഒരു 4-5 ദിവസമായിട്ട് മാറി നിൽക്കുകയായിരുന്നു. അപ്പം കമ്പത്ത് എന്തോ ഒരു തിരുമ്മൽ ഇതിനു വേണ്ടി പോയി എന്നാണ് പറഞ്ഞിരുന്നത്. പക്ഷെ ഇത്തരം ഒരു ഇതിലേക്ക് വന്നത് ഞങ്ങൾക്കൊക്കെ വളരെ പ്രയാസം തോന്നി. പോലീസ് അങ്ങോട്ട് പോയിട്ടുണ്ടോ? റിലേറ്റീവ്സ് അങ്ങോട്ട് മൂവ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ കാറിനുള്ളിലാണ് ബോഡി ഇപ്പോഴും കിടക്കുന്നതെന്നാണ് മനസ്സിലാക്കാൻ പറ്റിയിരിക്കുന്നത്. ഓക്കെ. അദ്ദേഹത്തിന്റെ മരിച്ച സജിയുടെ റിലേറ്റീവാണ്. എന്തായാലും അവിടെ ചെന്ന് കൂടുതൽ വിവരങ്ങൾ അറിയാമെന്നാണ് പറയുന്നത്. സാമ്പത്തിക ബാധ്യതയാണ് ഇത്തരത്തിലുള്ള ഒരു മരണത്തിലേക്ക് പോയത് എന്നുള്ളൊരു കാര്യം തന്നെയാണ്. കഴിഞ്ഞ കുറേ നാളുകളായിട്ട് ഇവർക്ക് ഈ സാമ്പത്തിക ബുദ്ധിമുട്ടുകൾ ഉണ്ടായിരുന്നു. അതിന്റെ ഒരു ബാക്കിപത്രം എന്നാണ് ഇവിടെയുള്ളവരെല്ലാവരും തന്നെ വിശ്വസിക്കുന്നത്. എന്തായാലും പോലീസ്, വാകത്താനം പോലീസ് അങ്ങോട്ട് തിരിച്ചിട്ടുണ്ട്. ഒപ്പം തന്നെ റിലേറ്റീവ്സും പോയിട്ടുണ്ട്. അതിനുശേഷം മാത്രമേ നമുക്ക് കൂടുതൽ വിവരങ്ങൾ അറിയാൻ സാധിക്കൂ. ഹാഷ്മി, പോലീസ് പരിശോധിക്കട്ടെ, എന്തെങ്കിലും ദുരൂഹതയുണ്ടോ, ആത്മഹത്യാ ശ്രമമൊക്കെയാണോ എന്ന കാര്യം പിന്നെ അറിയട്ടെ. എന്തായാലും അങ്ങേറ്റം ദൗർഭാഗ്യകരമായ വാർത്തയായിപ്പോയി എന്ന കാര്യത്തിൽ തർക്കമില്ല. ഒരു പ്രേക്ഷകൻ ചോദിക്കുകയാണ്, സുകുമാരൻ മെമ്മറി കാർഡ് കിട്ടിയോ ഹാഷ്മി? ഇല്ല, കിട്ടിയില്ല, പോലീസ് അന്വേഷിക്കുക. വെൽക്കം ബാക്ക്. ഒരുപാട് പ്രേക്ഷകർ രവികുമാർ PV പറയുന്നു, ഹാഷ്മി കോഴിക്കോട് മെഡിക്കൽ കോളേജിൽ ഇനി ഓപ്പറേഷന് രോഗിയോടൊപ്പം ബന്ധുക്കൾ കൂടി ഓപ്പറേഷൻ തിയേറ്ററിൽ നിൽക്കണം എന്ന് പറയുകയാണ്. വേണ്ടിവരുന്ന സാഹചര്യമാണ് ആവർത്തിക്കുന്ന അവിടുത്തെ വാർത്തകൾ കാണുമ്പോൾ. 5ാം ഘട്ടത്തിന്റെ തെരഞ്ഞെടുപ്പ് ആവേശം. ICL FinCorp 24 ഇലക്ഷൻ സമർപ്പിക്കുന്നത് ICL FinCorp, the intelligent choice. Powered by Asset, responsibly yours. Plaza Premium Gold, the universe's finest ice cream. In association with Durashine Roof and Wall Sheets, ഒരു Tata BlueScope സ്റ്റീൽ ഉൽപ്പന്നം. ACCA CMA CA പഠിച്ച് ജയിക്കാനുള്ള ശരിയായ മാർഗം. Elance 0% പണിക്കൂലി, 100% സന്തോഷം. Al Muqtadir Jewelry Group, India, UAE. MGM Group of Institutions. CAA ഉയർത്തി പ്രതിപക്ഷ സഖ്യത്തെ കടന്നാക്രമിച്ചു നരേന്ദ്രമോദി. മോദി ഗ്യാരണ്ടിയുടെ തെളിവാണ് CAA എന്ന് പ്രധാനമന്ത്രി ഉത്തർപ്രദേശിലെ റാലിയിൽ പറഞ്ഞു. CAA റദ്ദാക്കാൻ പ്രതിപക്ഷ സഖ്യത്തിന് ധൈര്യമുണ്ടോ എന്നും നരേന്ദ്രമോദി വെല്ലുവിളിച്ചു. CAAയുടെ പേരിൽ ഇന്ത്യ സഖ്യം രാജ്യത്ത് കലാപമുണ്ടാക്കാൻ നോക്കിയെന്നും പ്രധാനമന്ത്രി ആരോപിച്ചു. क्या इस देश में अब कोई माई का लाल पैदा हुआ है जो CAA को खत्म कर सके? कांग्रेस और इंडी गठबंधन वालों ने इनके साथ क्या किया? इन्होंने CAA के नाम पर ऐसा झूठ का पहाड़ खड़ा कर दिया, ऐसा झूठ चलाया
ബൽറാം നെടുങ്കണിയാണ് വാർത്തയുടെ വിവരങ്ങൾ വെച്ചിരുന്നത്. ബൽറാം, ഈ അഞ്ചാം ഘട്ടത്തിലേക്ക് എത്തുമ്പോഴും ഗ്രൗണ്ടിൽ വലിയ ആവേശമോ വലിയ തരംഗമോ ഒന്നുമില്ലാത്ത ഒരു നോർമൽ തെരഞ്ഞെടുപ്പ് എന്നൊക്കെയാണ് ഇപ്പോഴുള്ള വിലയിരുത്തൽ. ആവേശം ഉണ്ടാക്കിയെടുക്കാൻ എന്തൊക്കെയാണ് NDA സഖ്യത്തിൻ്റെയും ഇന്ത്യ സഖ്യത്തിൻ്റെയും പ്രചരണ തന്ത്രങ്ങൾ? ഹഷ്മി, ലോക്സഭാ തിരഞ്ഞെടുപ്പിൽ ഇനി 3 ഘട്ടങ്ങളിലായി 163 സീറ്റുകളിലേക്കാണ് തെരഞ്ഞെടുപ്പ് പൂർത്തിയാകാനുള്ളത്. അതിൽ 41 സീറ്റുകളും ഉത്തർപ്രദേശിലാണ്. അതുകൊണ്ട് തന്നെ പ്രചാരണം ഇന്ത്യ സഖ്യവും NDAയും ഉത്തർപ്രദേശ് കേന്ദ്രീകരിച്ച് തന്നെയാണ്. ഈ ഒരു ഘട്ടത്തിലേക്ക് കടക്കുമ്പോഴാണ് CAA യാഥാർത്ഥ്യമാക്കി പ്രാവർത്തികമാക്കിക്കൊണ്ട് 300 പേർക്ക് പൗരത്വം നൽകാനുള്ള തീരുമാനം സർക്കാരിന്റെ ഭാഗത്തു നിന്നുള്ള നടപടി കഴിഞ്ഞ ദിവസം ഉണ്ടായത്. ഇത് സജീവ പ്രചരണമാക്കി വോട്ടാക്കി മാറ്റാൻ തന്നെയുള്ള ശ്രമമാണ് BJPയുടെ ഭാഗത്തു നിന്നും ഉണ്ടാകുന്നത്. അതിന് തുടക്കം കുറിക്കുന്നത് പ്രധാനമന്ത്രി തന്നെയാണ്. CAA നിയമം അനുസരിച്ച് പൗരത്വം നൽകാൻ ആരംഭിച്ചതായി പ്രധാനമന്ത്രി ഇന്ന് അസംഗഡിൽ നടത്തിയ റാലിയിൽ പ്രഖ്യാപിച്ചു. മോദി ഗ്യാരണ്ടിയുടെ ഉത്തമ ഉദാഹരണമാണ് CAA നിയമമെന്നും ഇന്നലെ പൗരത്വ സർട്ടിഫിക്കറ്റുകൾ വിതരണം ചെയ്തുവെന്നും പ്രധാനമന്ത്രി പറഞ്ഞു. ഇന്ത്യ സഖ്യം CAAയുടെ പേരിൽ കള്ളം പ്രചരിപ്പിച്ചുവെന്നും രാജ്യത്ത് കലാപത്തിന് തീ കൊളുത്താൻ ശ്രമിച്ചു എന്നുമാണ് പ്രധാനമന്ത്രി പറഞ്ഞത്. ഇന്ത്യ സഖ്യം അധികാരത്തിലെത്തിയാൽ CAA റദ്ദാക്കും എന്ന് അവകാശപ്പെടുന്നുണ്ട്. എന്നാൽ അതിനായി ഈ ഇന്ത്യ സഖ്യത്തെ പ്രധാനമന്ത്രി വെല്ലുവിളിക്കുകയാണ് ചെയ്തത്. വരുന്ന മാസങ്ങളിൽ പശ്ചിമ ബംഗാൾ മുതൽ പഞ്ചാബ് വരെ ആയിരക്കണക്കിന് പേർക്ക് വർഷങ്ങളായി ഇന്ത്യയിൽ അഭയാർത്ഥികളായി കഴിയുന്ന ആളുകൾക്ക് പൗരത്വം നൽകും എന്നാണ് പ്രധാനമന്ത്രി പ്രഖ്യാപിച്ചിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ ഈ ഇന്ത്യ സഖ്യം എന്നുള്ളത് ഒരു കുടുംബത്തെ മാത്രം പ്രീതിപ്പെടുത്താനുള്ള സഖ്യമാണ് എന്ന് അദ്ദേഹം പറഞ്ഞു. ഇതേ കാര്യങ്ങൾ തന്നെയാണ് ഇപ്പോൾ അദ്ദേഹം ജോൺപൂരിൽ മറ്റൊരു റാലിയിൽ സംസാരിച്ചു കൊണ്ടിരിക്കുമ്പോഴും ഇതേ കാര്യങ്ങൾ തന്നെ ആവർത്തിക്കുകയാണ്. വരുന്ന 3 ഘട്ടങ്ങളിലും BJPയുടെ കഴിഞ്ഞ ദിവസങ്ങൾ ഉയർത്തിയ പ്രചാരണ വിഷയങ്ങൾക്കൊപ്പം തന്നെ പൗരത്വം വിതരണം ചെയ്ത വിഷയവും സജീവ പ്രചാരണമാക്കാനാണ് BJPയുടെ തീരുമാനം. അതേസമയം ഇന്ത്യ സഖ്യമാകട്ടെ പ്രകടന പത്രികയിൽ ഊന്നിക്കൊണ്ടുള്ള പ്രചാരണം നടത്തുന്നു. ഒപ്പം ജൂൺ 4-ന് BJP സർക്കാർ അധികാരമൊഴിയുമെന്നും ഇന്ത്യ സഖ്യം സർക്കാർ രൂപീകരിക്കുമെന്നുമുള്ള വലിയ ആത്മവിശ്വാസം കൂടിയാണ് പ്രചാരണ വേദികളിലെല്ലാം തന്നെ ഇന്ത്യ സഖ്യം ആവർത്തിക്കുന്നത്. ബൽറാമാണ് വാർത്തയുടെ വിവരങ്ങൾ നൽകിയത്. എന്തായാലും നരേന്ദ്രമോദി കഴിഞ്ഞ ആദ്യ 5 ഘട്ടങ്ങൾ 4 ഘട്ടങ്ങൾ ഉയർത്തിയതിലൊന്നും കയറി പിടിച്ചിരുന്നില്ല പ്രതിപക്ഷം. അപ്പോൾ CAA പോലെയുള്ള വിഷയങ്ങൾ അതിൽ കയറി പിടിക്കുമോ എന്ന് നമുക്ക് കാത്തിരുന്ന് കാണാം. എന്തായാലും BJP വീണ്ടും അധികാരത്തിലേക്ക് എത്തിയാൽ രാജ്യത്ത് SC ST OBC സംവരണം ഇല്ലാതാക്കുമെന്ന് പറയുകയാണ് ഡൽഹി മുഖ്യമന്ത്രി അരവിന്ദ് കെജ്രിവാൾ. യോഗി ആദിത്യനാഥിനെ മുഖ്യമന്ത്രി സ്ഥാനത്ത് നിന്ന് പ്രധാനമന്ത്രി നരേന്ദ്രമോദി നീക്കും എന്നും കെജ്രിവാൾ ആവർത്തിക്കുന്നു. അടുത്ത ദിവസങ്ങളിൽ ഉത്തർപ്രദേശിൽ പ്രധാനമന്ത്രി നരേന്ദ്രമോദി 7 റാലികളെ അഭിസംബോധന ചെയ്യും. രാഹുൽ ഗാന്ധി ഇന്ന് ഒഡീഷയിലും പ്രിയങ്ക ഗാന്ധി ഉത്തർപ്രദേശിലും റാലികൾ അഭിസംബോധന ചെയ്യുകയാണ്. ഉത്തർപ്രദേശിൽ ഇന്ത്യ മുന്നണിക്ക് പിന്തുണ അറിയിച്ചെത്തിയ അരവിന്ദ് കെജ്രിവാൾ BJPക്കെതിരെ അക്കമിട്ട് ആരോപണങ്ങൾ ഉന്നയിക്കുകയായിരുന്നു. രാജ്യത്തെ സംവരണം റദ്ദാക്കാനാണ് BJP 400 സീറ്റുകൾ ആവശ്യപ്പെടുന്നതെന്ന് കെജ്രിവാൾ. इन लोगों की पूरी तैयारी है. अगर ये लोग जीत गए तो संविधान को बदल के SC ST और OBC का रिजर्वेशन खत्म कर दिया जाएगा. और नंबर 4, जो आंकड़े अब देश भर से आ रहे हैं वो ये दिखा रहे हैं कि 4 जून को इंडिया गठबंधन की सरकार बनने जा रही है. മോദി വീണ്ടും അധികാരത്തിലെത്തിയാൽ 3 മാസത്തിനുള്ളിൽ യോഗി ആദിത്യനാഥിനെ മുഖ്യമന്ത്രി സ്ഥാനത്ത് നിന്ന് മാറ്റുമെന്നും അമിത്ഷായ്ക്കൊപ്പം വളർന്ന നേതാക്കളെ മോദി ഒതുക്കിയെന്നും ആരോപണം. 5ാം ഘട്ട ലോക്സഭാ തെരഞ്ഞെടുപ്പിന്റെ പ്രചാരണത്തിൽ കൂടുതൽ ശ്രദ്ധ ചെലുത്താനാണ് BJPയുടെ നീക്കം. അമേഠി, റായ്ബറേലി, കൈസർഗഞ്ച് മണ്ഡലങ്ങൾ ഈ ഘട്ടത്തിൽ ഉൾപ്പെടുന്നതുകൊണ്ട് തന്നെ BJPക്ക് ഇത് അഭിമാന പോരാട്ടം കൂടിയാണ്. 2 ദിവസം കൊണ്ട് ഉത്തർപ്രദേശിൽ നരേന്ദ്രമോദി 7 റാലികളെ അഭിസംബോധന ചെയ്യും. 24 ഡൽഹി. അപ്പോൾ അവസാന 3 ഘട്ടങ്ങളിലേക്ക് എത്തുമ്പോഴേക്കും അങ്ങനെ കൊടുമ്പിരി കൊള്ളുകയാണ് രാഷ്ട്രീയം. പല വിഷയങ്ങൾ പല വിവാദങ്ങളൊക്കെ വരും ദിവസങ്ങളിൽ പ്രതീക്ഷിക്കേണ്ടതായും വരും. കാത്തിരുന്ന് കാണാം. ഉറ്റവരെ കാണാനാകാതെ നൊമ്പരമായി നമ്പി. മസ്കറ്റിൽ ചികിത്സയിലിരിക്കെ മരിച്ച തിരുവനന്തപുരം സ്വദേശി നമ്പി രാജേഷിന്റെ മൃതദേഹവുമായി എയർ ഇന്ത്യ ഓഫീസിന് മുന്നിൽ ബന്ധുക്കളുടെ പ്രതിഷേധം. നമ്പി രാജേഷിന്റെ മരണത്തിൽ എയർ ഇന്ത്യക്ക് വീഴ്ച പറ്റി എന്നാരോപിച്ചായിരുന്നു പ്രതിഷേധം. പോലീസും എയർ ഇന്ത്യ അധികൃതരും ബന്ധുക്കളുമായി നടത്തിയ ചർച്ചയിൽ സമരം അവസാനിപ്പിച്ചു. സംസ്കാരം ശാന്തി കവാടത്തിൽ നടന്നു. വിമാനത്താവളത്തിൽ നിന്ന് ഏറ്റുവാങ്ങിയ മൃതദേഹവുമായാണ് ബന്ധുക്കൾ എയർ ഇന്ത്യ ഓഫീസിൽ പ്രതിഷേധിച്ചത്. ഈഞ്ചക്കലിലെ എയർ ഇന്ത്യ ഓഫീസിലായിരുന്നു പ്രതിഷേധം. അമൃതയ്ക്കും കുടുംബത്തിനും എയർ ഇന്ത്യ നഷ്ടപരിഹാരം നൽകണമെന്ന് കുടുംബം ആവശ്യപ്പെട്ടു. അവരെ അധികൃതർ അറിയണം.
ഇങ്ങനെ ഒരു സംഭവം നടന്നതായിട്ട് അധികൃതർ അറിയണം. അവരുടെ അനാസ്ഥ കാരണമാണ് ഈ ഒരു മരണം നടന്നത്. ഇതിന്റെ ഉത്തരവാദിത്വം പറയേണ്ടത് അവരാണ്, എയർ ഇന്ത്യ അധികൃതർ തന്നെ. വേറൊന്നുമില്ല, അവരുടെ ചെറിയൊരു വിട്ടുവീഴ്ച ഉണ്ടെങ്കിൽ അവർക്ക് പ്രശ്നം പരിഹരിച്ച് പോകാമായിരുന്നെങ്കിൽ ഞങ്ങൾക്ക് മാത്രമല്ല ഞങ്ങളെപ്പോലെ പല വ്യക്തികൾക്കും ഇതേപോലെ പല അനുഭവങ്ങളും മാറിക്കിട്ടിയെന്നെ. തമ്പാനൂർ പോലീസ് എത്തി ചർച്ച നടത്തിയാണ് ബന്ധുക്കളുടെ പ്രതിഷേധം അവസാനിപ്പിച്ചത്. വിഷയത്തിൽ കേന്ദ്ര സംസ്ഥാന സർക്കാരുകൾ ഇടപെടണമെന്ന് പ്രതിപക്ഷ നേതാവ് ആവശ്യപ്പെട്ടു. കുടുംബത്തിന് സർക്കാരിന്റെ ഭാഗത്തുനിന്ന് ഇടപെടലുണ്ടാകുമെന്ന് മന്ത്രി വി ശിവൻകുട്ടി പറഞ്ഞു. വിമാന കമ്മിറ്റി നടത്തുന്ന ടാറ്റ ഗ്രൂപ്പിനും ഇതിൽ ഉത്തരവാദിത്വമുണ്ട്. ആ ഉത്തരവാദിത്വം നമുക്ക് മറക്കാൻ വേണ്ടി കഴിയില്ല. ഇക്കാര്യത്തിൽ എന്തെല്ലാം സഹായങ്ങൾ ഈ കുടുംബത്തിൽ ചെയ്യാൻ കഴിയുമോ അത് വിമാന കമ്പനി നടത്തുന്ന ഗ്രൂപ്പും ചെയ്തു കൊടുക്കേണ്ടതാണ്. വികാരനിർഭരമായിരുന്നു കരമനയിലെ നമ്പി രാജേഷിന്റെ വസതി. പ്രിയതമനെ ജീവനോടെ ഒരു നോക്ക് കാണാൻ കഴിയാഞ്ഞ അമൃതയുടെ കണ്ണിൽ ഒരു നാടിന്റെ മുഴുവൻ കണ്ണുനീർ. നിറകണ്ണീരോടെ നിന്ന നാട്ടുകാരെയും ബന്ധുക്കളെയും സാക്ഷിയാക്കി നമ്പി രാജേഷിന്റെ മൃതശരീരം തൈക്കാട് ശാന്തി കവാടത്തിൽ സംസ്കരിച്ചു. 24 തിരുവനന്തപുരം. കുഞ്ഞുമക്കളാണ്, വലിയ സങ്കടം ഉണ്ടാകുന്ന ദൃശ്യങ്ങൾ തന്നെയാണ്. എന്തായാലും അതിൽ അവർക്കുണ്ടായ വൈകാരിക വേദനയ്ക്ക്, അവർക്കുണ്ടായ വൈകാരിക നഷ്ടത്തിനൊക്കെ ഏത് രീതിയിൽ പരിഹാരം കാണാൻ കഴിയുമെന്ന് എയർ ഇന്ത്യയും സർക്കാരും ഒക്കെ ആലോചിച്ച് അവർക്ക് ആ നീതി നേടിക്കൊടുക്കട്ടെ. സംസ്ഥാനത്ത് ശക്തമായ വേനൽ മഴയ്ക്ക് സാധ്യത. ഇന്ന് 9 ജില്ലകളിൽ യെല്ലോ അലർട്ട് പ്രഖ്യാപിച്ചു. ശനിയാഴ്ച മുതൽ അതിശക്തമായ മഴയ്ക്ക് സാധ്യത എന്നും കാലാവസ്ഥാ വകുപ്പിന്റെ മുന്നറിയിപ്പുണ്ട്. ശനിയാഴ്ച 2 ജില്ലകളിലും ഞായറാഴ്ച 3 ജില്ലകളിലും തിങ്കളാഴ്ച 7 ജില്ലകളിലും ഓറഞ്ച് അലർട്ട് പ്രഖ്യാപിച്ചു. വിവരങ്ങളുമായി അലക്സ് റാം മുഹമ്മദ്. അലക്സ്, ഇപ്പോൾ കൊടുംചൂടിന്റെ വല്ലാത്തൊരു കാലം കഴിഞ്ഞ് ഏതാണ്ട് മഴ സീസണിലോ കാര്യങ്ങൾ പോകുന്നു എന്ന് മനസ്സിലാക്കണോ? അതെ ഹാഷ്മി, അങ്ങനെ തന്നെയാണ്. സംസ്ഥാനത്ത് വേനൽ മഴ സജീവമായതോടെ പല ജില്ലകളിലും, നേരത്തെ ചുട്ടുപൊള്ളിയിരുന്ന പല ജില്ലകളിലും താപനില കുറഞ്ഞിട്ടുണ്ടെന്നുള്ളതാണ് പ്രധാനപ്പെട്ട കാര്യം. അതുമാത്രമല്ല, അടുത്ത ദിവസങ്ങളിൽ കടുത്ത മഴ, അതിശക്തമായ മഴ സംസ്ഥാനത്ത് പലയിടങ്ങളിൽ ലഭിക്കുമെന്ന മുന്നറിയിപ്പ് കൂടി കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ് നൽകുന്നുണ്ട്. അടുത്ത ഒരാഴ്ചക്കാലം സംസ്ഥാനത്ത് വേനൽ മഴ സജീവമാകും. അത് ശക്തമായ മഴയ്ക്ക് തന്നെയാണ് സാധ്യത എന്നാണ് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ് അറിയിക്കുന്നത്. ഇന്ന് 9 ജില്ലകളിൽ യെല്ലോ അലേർട്ട് പ്രഖ്യാപിച്ചിട്ടുണ്ട്. തിരുവനന്തപുരം, കൊല്ലം, പത്തനംതിട്ട, ഇടുക്കി, പാലക്കാട്, മലപ്പുറം, കോഴിക്കോട്, വയനാട്, കണ്ണൂർ ജില്ലകളിലാണ് ഇന്ന് യെല്ലോ മുന്നറിയിപ്പ് നൽകിയിട്ടുള്ളത്. പത്തനംതിട്ട, എറണാകുളം, ഇടുക്കി, മലപ്പുറം, കോഴിക്കോട്, വയനാട് ജില്ലകളിൽ നാളെ യെല്ലോ മുന്നറിയിപ്പ് നൽകിയിട്ടുണ്ട്. ശനിയാഴ്ച മുതൽ അതിശക്തമായ മഴ സംസ്ഥാനത്തെ പലയിടങ്ങളിൽ ലഭിക്കാൻ സാധ്യതയുണ്ടെന്നാണ് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ് മുന്നറിയിപ്പ് നൽകുന്നത്. ശനിയാഴ്ച 2 ജില്ലകളിലും ഞായറാഴ്ച 3 ജില്ലകളിലും തിങ്കളാഴ്ച 7 ജില്ലകളിലും അതിശക്തമായ മഴയ്ക്കുള്ള സാധ്യതാ മുന്നറിയിപ്പായ ഓറഞ്ച് അലേർട്ട് പ്രഖ്യാപിച്ചിട്ടുണ്ട്. പ്രത്യേകിച്ച് വരുന്ന തിങ്കളാഴ്ച മുഴുവൻ ജില്ലകളിലും മഴ മുന്നറിയിപ്പ് നൽകിയിട്ടുണ്ട് എന്നുള്ളതാണ്. അതിൽ തന്നെ തിരുവനന്തപുരം മുതൽ ഇടുക്കി വരെയുള്ള ജില്ലകളിൽ ഓറഞ്ച് അലേർട്ട് പ്രഖ്യാപിച്ചിരിക്കുന്നു. നമ്മൾ മനസ്സിലാക്കുന്നത് പത്തനംതിട്ടയിലും ഇടുക്കിയിലുമൊക്കെ അതിതീവ്രമായ മഴയ്ക്കുള്ള സാധ്യത തിങ്കളാഴ്ച ഉണ്ട് എന്നാണ് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പിന്റെ പ്രവചനത്തിലുള്ളത്. ഈ അടുത്ത 4 ആഴ്ച കാലത്തേക്കുള്ള കേന്ദ്ര കാലാവസ്ഥാ വകുപ്പിന്റെ പ്രവചനവും വ്യക്തമാക്കുന്നത് അങ്ങനെ തന്നെയാണ്. സംസ്ഥാനത്ത് സാധാരണയിൽ കൂടുതൽ മഴ ലഭിക്കാൻ സാധ്യതയുണ്ട് എന്നാണ് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ് പറയുന്നത്. സംസ്ഥാനത്ത് കാലവർഷം മെയ് 31 കൂടി എത്തുമെന്നാണ്. ജൂൺ 1-നാണ് സാധാരണ എത്തുന്നത്. ഒരു ദിവസം മുമ്പേ എത്തുന്നു. 4 ദിവസം മുന്നോട്ടോ പിന്നോട്ടോ ഇതുവരെ മാറാൻ സാധ്യതയുണ്ട് താനും. എന്താണെങ്കിലും കാലവർഷത്തിന് മുന്നോടിയായി തന്നെ സംസ്ഥാനത്ത് വേനൽ മഴ സജീവമാകുന്നു. അതിതീവ്രമായ മഴയ്ക്കുള്ള സാധ്യത പലയിടങ്ങളിലുമുണ്ട്. പ്രത്യേകിച്ച് മലയോര മേഖലകളിൽ ഈ പ്രത്യേക ശ്രദ്ധ വേണം. കാരണം ഇടിമിന്നൽ, അതുപോലെ തന്നെ ശക്തമായ കാറ്റിനൊക്കെ സാധ്യത ആ മേഖലയിലുണ്ട്. ഉരുൾപൊട്ടലിനും മണ്ണിടിച്ചിലുമൊക്കെ സാധ്യത നിലനിൽക്കുന്നുണ്ട്. അതിനാൽ ജാഗ്രത പാലിക്കേണ്ടതുണ്ട്. ഈ അവധിക്കാലമായതിനാൽ തന്നെ മലയോര മേഖലകളിലേക്കുള്ള ഈ വിനോദസഞ്ചാരമൊക്കെ കൂടുതലായുള്ള ഒരു സമയമാണിത്. അതിനാൽ കർശനമായ ജാഗ്രത അടുത്ത ദിവസങ്ങളിൽ പുലർത്തേണ്ടി വരും എന്നുള്ളതാണ് പ്രധാനപ്പെട്ട മുന്നറിയിപ്പ്. തീരവുമായി ബന്ധപ്പെട്ട് മുന്നറിയിപ്പുണ്ട്. തെക്കൻ കേരള തീരത്ത് ഉയർന്ന തിരമാലയ്ക്കും അതുപോലെ കടലാക്രമണത്തിനും സാധ്യത നിലനിൽക്കുന്നതിനാൽ മത്സ്യബന്ധനത്തിന് വിലക്കേർപ്പെടുത്തിയിട്ടുണ്ട്. അതുപോലെ തന്നെ തമിഴ്നാട് തീരത്തും സമാനമായി ഉയർന്ന തിരമാലയ്ക്ക് സാധ്യതയുള്ളതിനാൽ തീരദേശവാസികളും മത്സ്യത്തൊഴിലാളികളും ജാഗ്രത പാലിക്കണമെന്ന മുന്നറിയിപ്പ് കൂടി നിലനിൽക്കുന്നുണ്ട്. ഹാഷ്മി. അലക്സ് റാം മുഹമ്മദാണ് ആ വാർത്തയുടെ വിവരങ്ങൾ നൽകിയത്. അപ്പോൾ വരാൻ പോകുന്നത് എന്താണ്, കൊടും ചൂട്. എങ്കിലും ഉച്ചവരെ ചൂടൊക്കെ ഉണ്ടാകും. അത് കഴിഞ്ഞാണ് മഴ. അപ്പോൾ ഒരു ചേട്ടൻ പറയുന്നത് പോലെ പകർച്ചവ്യാധി സമയമൊക്കെയാണ്. അപ്പം ഒന്ന് ജാഗ്രതയോടെ സൂക്ഷിക്കണം. അവിടെ വേറൊരു സെബാസ്റ്റ്യൻ കൊള്ളിത്തടം പറയുന്നു, ഈ രാജ്യത്തെ സർവ്വ വാർത്താ മാധ്യമങ്ങളും ഇത്രയേറെ തെരഞ്ഞെടുപ്പ് വാർത്താ മാമാങ്കങ്ങൾ നടത്തിയിട്ടും തെരഞ്ഞെടുപ്പിനോട് വലിയ ആവേശമൊന്നും ഉണ്ടായില്ലെങ്കിൽ അതിൽ നിന്നും വാർത്തക്കാരെ നിങ്ങൾക്ക് എന്താണ് മനസ്സിലായത് എന്ന് ചോദിക്കുന്നു. ചേട്ടാ, അത് 4-ാം തീയതി അറിയാം. അത് ജനങ്ങളുടെ മനസ്സിലാണല്ലോ എന്തുകൊണ്ടാണ് ആവേശമില്ലാത്തതെന്ന് അറിയേണ്ടത്. 4-ാം തീയതി മാത്രമേ നമുക്ക് അറിയാൻ കഴിയൂ, അല്ലാതെ നമുക്കറിയാൻ കഴിയൂ. സംസ്ഥാനത്ത് TTE-മാർക്ക് നേരെയുള്ള ആക്രമണം തുടർക്കഥയാകുന്നു. ഇന്ന് 2 ട്രെയിനുകളിലായി 3 TTE-മാർക്ക് നേരെയാണ് അതിക്രമം ഉണ്ടായത്. വടകരയിൽ വനിതാ TTE-യാണ് ടിക്കറ്റില്ലാതെ യാത്ര ചെയ്ത യുവാവ് കയ്യേറ്റം ചെയ്തത്.
മംഗളൂരുവിൽ നിന്നുള്ള ചെന്നൈ മെയിൽ വൈകിട്ട് വടകര എത്തിയപ്പോഴായിരുന്നു വനിതാ ടിടിക്ക് നേരെയുള്ള കയ്യേറ്റ ശ്രമം. റിസർവേഷൻ കമ്പാർട്ട്മെന്റിൽ ജനറൽ ടിക്കറ്റുമായുള്ള യാത്ര ചോദ്യം ചെയ്തതിനാണ് ആൻഡമാൻ സ്വദേശി മധുസൂദനൻ നായർ പ്രകോപിതനായത്. വടകര കഴിഞ്ഞപ്പോൾ ഒരു ആള് F4 കോച്ചിലുണ്ടായിരുന്നു. ആളുടെ ട്രാവലിംഗ് അതോറിറ്റി ചോദിച്ചൊരാൾ കാണിച്ചില്ല. അപ്പോ ആ ബർത്തിലെ ആള് വന്നിട്ട് എണീറ്റ് മാറുന്നില്ലായിരുന്നു. ലാസ്റ്റ് എണീറ്റ് മാറാൻ പറഞ്ഞ് കുറച്ച് ഇതായപ്പോഴത്തേനും ആളെ എന്നെ പിടിച്ച് തള്ളി. TTE ആർദ്ര അനിൽകുമാർ നൽകിയ പരാതിയിൽ റെയിൽവേ പോലീസ് മധുസൂദനൻ നായരെ അറസ്റ്റ് ചെയ്തു. ബാംഗ്ലൂർ കന്യാകുമാരി ഐലൻഡ് എക്സ്പ്രസിലും ടിക്കറ്റില്ലാതെ യാത്ര ചെയ്തതിനാണ് ആക്രമണം. കൊല്ലം സ്വദേശി അശ്വിനും സുഹൃത്തുമാണ് TTമാരെ ആക്രമിച്ചത്. ഈ ആക്രമണത്തിൽ പരാതി ലഭിച്ചിട്ടില്ല എന്ന് റെയിൽവേ പോലീസ് അറിയിച്ചു. കഞ്ചാവുമായി യാത്ര ചെയ്തതിനാണ് നിലവിൽ പ്രതികളെ RPFന് കൈമാറിയിരിക്കുന്നത്. 24 കോഴിക്കോട്. വെൽക്കം ബാക്ക് പരിപാടി പ്രേക്ഷകർ. ഇപ്പോൾ വരുന്നൊരു സങ്കടകരമായ വാർത്ത. പാലക്കാട് പറക്കുന്നത്ത് ജല അതോറിറ്റി പൈപ്പിടാനെടുത്ത കുഴിയിൽ വീണൊരു മരണം എന്ന് പറയുന്നു. ജോലി കഴിഞ്ഞ് വീട്ടിലേക്ക് മടങ്ങുകയായിരുന്ന സുധാകരനാണ്. വടക്കന്തര സ്വദേശിയാണ് സുധാകരൻ്റെ ബൈക്ക് കുഴിയിൽ വീണ് മറിയുകയായിരുന്നു. 3 മാസമായി കുഴി മൂടാൻ ആവശ്യപ്പെട്ടിട്ടും അത് ചെയ്തില്ല. അങ്ങനെ കുഴിയിൽ വീണ് മരിച്ചു എന്നുള്ള സങ്കടകരമായ വാർത്ത ഇപ്പോൾ വരുന്നുണ്ട്. അതിൻ്റെ വിശദാംശങ്ങൾ അല്പസമയത്തിനകം പ്രേക്ഷകർക്ക് തരാൻ കഴിയും എന്ന് പ്രതീക്ഷിക്കുന്നു. സ്ത്രീവിരുദ്ധ പരാമർശം നടത്തിയ RMP നേതാവ് KS ഹരിഹരന് വടകര പോലീസ് നോട്ടീസ് നൽകി. ചോദ്യം ചെയ്യലിനായി 2 ദിവസത്തിനകം വടകര ഇൻസ്പെക്ടർക്ക് മുന്നിൽ ഹാജരാകണമെന്നാണ് നിർദ്ദേശം. സ്ത്രീത്വത്തെ അപമാനിക്കൽ, കലാപമുണ്ടാക്കാൻ ശ്രമിക്കൽ തുടങ്ങിയ വകുപ്പുകൾ ചുമത്തിയാണ് കേസ്. വിവരങ്ങളുമായി സമീർ സി മുഹമ്മദ് ചെയ്യുന്നു. സമീർ, ഡിവൈഎഫ്ഐയുടെ പരാതിയിൽ പോലീസ് കേസെടുത്തിരുന്നതാണ്. അപ്പോൾ അതിൻ്റെ സ്വാഭാവിക തുടർ നടപടി അല്ലേ? ഹാഷ്മി, തീർച്ചയായും ഡിവൈഎഫ്ഐയും അതുപോലെ തന്നെ ജനാധിപത്യ മഹിളാ അസോസിയേഷനും നൽകിയ പരാതിയിലാണ് ഇത്തരമൊരു നടപടിയിലേക്ക് പോലീസ് കടന്നിരിക്കുന്നത്. UDF നടത്തിയിട്ടുള്ള ഒരു ജനകീയ ക്യാമ്പയിൻ ഉണ്ടായിരുന്നു. LDF വലിയ രീതിയിൽ വർഗീയ പ്രചാരണം നടത്തുന്നു എന്നാരോപിച്ചുകൊണ്ടായിരുന്നു അവരുടെ ആ ക്യാമ്പയിനിടയിലാണ് RMPയുടെ ദേശീയ കമ്മിറ്റി അംഗമായിട്ടുള്ള KS ഹരിഹരൻ വിവാദ പരാമർശം നടത്തിയത്. ഇടത് സ്ഥാനാർത്ഥിയായിട്ടുള്ള KK ശൈലജ ടീച്ചറെയും അതുപോലെ തന്നെ മഞ്ജു വാര്യരെയും അധിക്ഷേപിക്കുന്ന വിധത്തിലായിരുന്നു പരാമർശം. ആ പരാമർശമാണ് വിവാദമായത്. അതിൻ്റെ പശ്ചാത്തലത്തിൽ വലിയ രീതിയിലുള്ള പ്രതിഷേധങ്ങളുണ്ടാകുന്നു. ഒപ്പം തന്നെ ഹരിഹരൻ്റെ വീട് ആക്രമിക്കുന്ന ഘട്ടമുണ്ടായിരുന്നു. ആ സംഭവത്തിൽ 5 പേർക്കെതിരെ പോലീസ് നടപടിയെടുക്കുകയും ചെയ്തു. ഇത്തരം ഒരു സ്ത്രീവിരുദ്ധ പരാമർശം നടത്തിയ സംഭവത്തിലാണ് പോലീസിൽ പരാതി നൽകിയത്. ആ പരാതിയുടെ അടിസ്ഥാനത്തിലാണ് ഇപ്പോൾ നോട്ടീസ് നൽകിയിരിക്കുന്നത്. നാളെയോ അല്ലെങ്കിൽ മറ്റന്നാളോ ആയിക്കൊണ്ട് ഹരിഹരൻ ഹാജരാകണമെന്നാണ് വടകര SHO നൽകിയിരിക്കുന്ന നോട്ടീസിൽ പറയുന്നത്. അത് ചോദ്യം ചെയ്യലിന് വേണ്ടിക്കൊണ്ടാണ് ഹാജരാക്കേണ്ടത്. ചോദ്യം ചെയ്തതിന് ശേഷം അറസ്റ്റ് ഉൾപ്പെടെയുള്ള നടപടിയിലേക്ക് നീങ്ങണമെങ്കിൽ, അത്തരം സംഭവങ്ങളുടെ പശ്ചാത്തലമുണ്ടെങ്കിൽ അത്തരം നടപടി ഉണ്ടാകും എന്ന കാര്യം കൂടി പോലീസ് വ്യക്തമാക്കുന്നുണ്ട്. നിലവിൽ അന്ന് നടന്നിട്ടുള്ള ആ പരാമർശം, ആ വാക്കുകൾ ഉൾപ്പെടുന്ന വീഡിയോ ഉൾപ്പെടെ പോലീസ് ശേഖരിച്ചിട്ടുണ്ട്. അതിൻ്റെ അടിസ്ഥാനത്തിലാണ് നടപടി. എന്തായാലും നാളെയോ അല്ലെങ്കിൽ മറ്റന്നാളോ ഹാജരാകും. ആ വിഷയത്തിൽ തനിക്ക് തെറ്റുപറ്റിയെന്നും ഖേദം പ്രകടിപ്പിക്കുന്നു എന്നും ഹരിഹരൻ വ്യക്തമാക്കിയിട്ടുണ്ട്. എന്തായാലും നാളെ അല്ലെങ്കിൽ മറ്റന്നാൾ തന്നെ ഹരിഹരൻ ചോദ്യം ചെയ്യലിനായി ഹാജരാകും എന്നാണ് മനസ്സിലാക്കുന്നത്. ഹാഷ്മി. മുഹമ്മദാണ് വാർത്തയുടെ വിവരങ്ങൾ നൽകിയത്. വടകര പോലീസാണ് കേസ് നോട്ടീസ് നൽകിയത്. ഡിവൈഎഫ്ഐയുടെയും ജനാധിപത്യ മഹിളാ അസോസിയേഷനും കേസ് നേരത്തെ എടുത്തിരുന്നതാണ്. അതിന്റെ തുടർ നടപടി. ഭീതി വിതയ്ക്കുന്ന ജ്വരം. ഇപ്പോൾ കോഴിക്കോട് മെഡിക്കൽ കോളേജിലെ മാറി ശസ്ത്രക്രിയ ചെയ്ത 4 വയസ്സുകാരി കുഞ്ഞിൻ്റെ മാതാപിതാക്കൾ മാധ്യമങ്ങളോട് സംസാരിക്കുകയാണ്. ആറാമത്തെ വിരൽ നീക്കം ചെയ്തുള്ള സർജറിക്കാണ് കുഞ്ഞിനെ അഡ്മിറ്റ് ചെയ്തതെങ്കിൽ കുഞ്ഞിന് സർജറി നടത്തിയ നാക്കിനാണ്. അപ്പോൾ അത് ഡോക്ടർ മാപ്പ് പറഞ്ഞു എന്നൊക്കെ, അതുകൊണ്ട് കേസുമായി മുന്നോട്ട് പോകുന്നില്ല എന്ന് നേരത്തെ ബന്ധുക്കൾ പറഞ്ഞിരുന്നു. പക്ഷേ ആരോഗ്യവകുപ്പ് അതിനെ ഗൗരവമായി തന്നെ കാണുന്നു. അങ്ങനെ പരാതിയില്ല എന്ന് പറഞ്ഞിട്ട് വിട്ടുകളയാൻ കഴിയുന്നൊരു കേസല്ല. അതുകൊണ്ട് തന്നെ ഗൗരവമായി കാണുന്നു. അന്വേഷണം അടക്കമുള്ള ആരോഗ്യവകുപ്പ് നടത്തും എന്നാണ് പ്രതീക്ഷിക്കുന്നത്. ഇപ്പോൾ ആ കുഞ്ഞിൻ്റെ മാതാപിതാക്കൾ മാധ്യമങ്ങളോട് സംസാരിക്കാൻ പോവുകയാണ്. എന്നാൽ ഡോക്ടർ കൊടുത്ത വിശദീകരണം ഈ നാക്കിനെന്തോ പ്രശ്നം ഉണ്ടായിരുന്നു. അപ്പോൾ അത് കാരണം അത് സർജറി വേണമായിരുന്നു ആദ്യം, അതുകൊണ്ട് അപ്പോൾ അത് ചെയ്തു എന്നൊക്കെ ഇങ്ങനെ കുറച്ച് പരിഹാസ്യമായ ഒരു വിശദീകരണം ഒക്കെ ഡോക്ടർ പറയുകയാണ്. അപ്പോൾ എന്താണ് ഡോക്ടർ പറഞ്ഞത്, എന്തുകൊണ്ടാണ് അതിൽ നിയമപരമായി മുന്നോട്ട് പോകുന്നില്ല എന്നൊക്കെ മാതാപിതാക്കൾ പറയും എന്നാണ് പ്രതീക്ഷിക്കുന്നത്. 4 വയസ്സുള്ള കുഞ്ഞാണ്. അപ്പോൾ ഒരിക്കലുമേ ഉണ്ടാകാൻ പാടില്ലാത്ത പരാതി സൂപ്രണ്ടിന് പരാതി കൊടുത്തിരിക്കുന്നു. ഇനി ശേഷമല്ല ഒരു പരാതി കൊടുക്കാൻ വേണ്ടിയിട്ട് നിൽക്കുകയാണ്. ഇല്ലല്ല പറഞ്ഞിട്ടൊന്നുമില്ല. പരാതി ഇതപ്പൊ കൊടുത്തു വന്നിട്ടുള്ളൂ. പരാതിയിൽ ഇതാ ഇത് കൈക്ക് ഒരു വിരൽ, ഒരു 6 വിരലുണ്ട് കുട്ടീൻ്റെ കൈക്ക്. അപ്പോൾ 2-3 ദിവസം മുന്നേ ഇവിടെ കോളേജിൽ വന്ന് കാണിച്ചതാണ്. അപ്പോൾ സ്കാനിങ്ങും ഇതൊക്കെ എടുത്തതാ. അപ്പോൾ ഇന്ന് രാവിലെ ഓപ്പറേഷത്തിന് വരാൻ വേണ്ടി പറഞ്ഞതാ. ഓപ്പറേഷൻ രാവിലെ വന്ന് അപ്പം കുട്ടിയുടെ പേര് വിളിച്ചപ്പോൾ അകത്തേക്ക് പോയതാ, ഓപ്പറേഷൻ തിയേറ്ററിനുള്ളിലേക്ക് പോയതാ. പോയി ഇങ്ങോട്ട് വരുമ്പോൾ കുട്ടീൻ്റെ നാവിൻ്റെ അവിടെ ചോര കണ്ട്. അപ്പോഴാണ് പെങ്ങൾ ചോദിക്കുന്നത് ഇതെന്താന്ന്. അപ്പോൾ നോക്കുമ്പോൾ സിസ്റ്റർ പറഞ്ഞ് നാവിനാണ് ഓപ്പറേഷൻ ചെയ്തത്.
അപ്പം തന്നെ ഓല അങ്ങോട്ട് തന്നെ കൊണ്ടുപോയി. കൈക്ക് ചെയ്യേണ്ടത് വിരലിൽ ചെയ്യേണ്ടത് നാവിനാണ് ചെയ്തത്. പിന്നെ കുറച്ച് കഴിഞ്ഞപ്പോൾ ഓല് കൈക്ക് ചെയ്തിട്ട് ഇങ്ങോട്ട് കൊണ്ടുവന്നും ചെയ്തു. ഡോക്ടറെ പേരെന്താന്ന് ബെൻ ജോൺസൺ. നാവിനൊരു പ്രശ്നമില്ല, കുട്ടി നല്ല വർത്താനം പറയുന്ന കുട്ടി. സൂപ്രണ്ടിന് പരാതി കൊടുത്ത് മൂപ്പര് സൂപ്രണ്ട് പറഞ്ഞ ഡോക്ടറായിട്ട് സംസാരിക്കാന്ന് പറഞ്ഞ് ഡോക്ടറായിട്ട് മൂപ്പര് കുട്ടിയുടെ ഫാദർ സംസാരിച്ച് കഴിഞ്ഞപ്പോൾ ഡോക്ടർ എന്തോ സീറ്റിൽ എന്തോ എഴുതി കൊടുത്തു. കുട്ടിക്ക് പരാതി അതാ മാപ്പ് പറഞ്ഞിട്ടാണ് മൂപ്പര് എഴുതി കൊടുത്തത്. എന്താന്ന് ഇംഗ്ലീഷിലാണ്, അതിനെ കൊണ്ട് അറിയില്ല. ഇപ്പോ പ്രശ്നമൊന്നുമില്ല. സംസാരിക്കുമ്പോ ഇവിടെ ഉള്ളിലാണല്ലോ കട്ട് ചെയ്ത്, അതിന്റെ ഒരു പ്രശ്നം ഉണ്ടാവുമ്പോ ഭാവിയിൽ എന്താ സംഭവിക്കുന്നതെന്ന് അറിയില്ല. ഇനി ഒരു കുട്ടിക്ക് പ്രശ്നങ്ങൾ വരരുത്. ഇപ്പോ നമ്മളിപ്പോ നാവിലായല്ലേ വയറിനോ കാണിച്ചാൽ വലിയ പ്രശ്നമല്ലേ. ഓല് പറഞ്ഞ് കുട്ടി മാറിപ്പോയെന്നാണ് പറയുന്നത്. കുട്ടീനെ വേറെ കരഞ്ഞു. കുട്ടീന്റെ നാവിന് ഇതുവരെ പ്രശ്നങ്ങൾ നമ്മൾ കണ്ടിട്ടൊന്നുമില്ല. സംസാരിക്കുന്ന ഒന്നും കണ്ടിട്ടില്ല. പിന്നെ ഓല് കൈക്ക് ഓപ്പറേഷൻ ചെയ്ത് അവിടെ കുട്ടീനെ കൊണ്ടുപോയി കിടത്തിക്കുന്നു, വാർഡിലേക്ക് ആക്കിന്. അപ്പോൾ ഒരു കംപ്ലൈന്റ് ഒന്നും ഇപ്പൊ കാണുന്നില്ല, കൈക്ക് ഒരു പ്രശ്നമൊന്നും കാണുന്നില്ല. കുട്ടി പരാതി കൊടുത്തിട്ടില്ല, കൊടുക്കാൻ വേണ്ടി പോവാ. പരാതി കൊടുക്കും, മുന്നോട്ട് പോകും. ഡോക്ടർമാരുടെ അടുത്ത് വന്ന ചികിത്സാ പിഴവാണ്. ഡോക്ടറുടെ ശ്രദ്ധക്കുറവ്. കുട്ടി ഡോക്ടർ പറഞ്ഞ ഓല് പറഞ്ഞ വേറൊരു കുട്ടി ഉണ്ടായിന്, അതേമാതിരി ഓപ്പറേഷൻ ഉണ്ടായിന്നാണ് അവിടുന്ന് പറയണത്. ഡോക്ടർമാരൊക്കെ ഇനിയൊരു കുട്ടിക്ക് ഇത് കോളേജിൽ ഇങ്ങനെ മെഡിക്കൽ കോളേജിൽ ഇനി ആർക്കും വരരുത്. ഇപ്പൊ ഇവിടെ വായലതിനെ കൊണ്ട് വലിയ പ്രശ്നമില്ലാന്ന് വിചാരിക്കുന്നു. ഇനി വായുവിലേക്ക് എന്താ പ്രശ്നം വരുമെന്ന് പറയാൻ പറ്റില്ല. പക്ഷെ വേറെ എവിടെയെങ്കിലും ആണെങ്കിലോ തലക്കോ വയറിനോ കാണിച്ചാലോ പല ഓപ്പറേഷത്തിന് പല ആളുകളും വരുന്നല്ലേ. ചിലപ്പോൾ വയറിന് ഓപ്പറേഷൻ ചെയ്യുന്നിടത്ത് തലക്ക് ഓപ്പറേഷൻ ചെയ്തു പോയാലോ. നെയ്സിനോട് ചോദിച്ചപ്പോൾ നെയ്സ് പറഞ്ഞോലെ കുട്ടിക്ക് നാവിനാണ് ചെയ്തത്. ഓല അപ്പം തന്നെ അങ്ങോട്ട് കൊണ്ടുപോയിന്നാ പറഞ്ഞത്. ഞാനല്ലേ, ഞാൻ ജോലിക്ക് പോയതിന്. അപ്പൊ കേട്ടപ്പോ വന്നതാണ്. സൂപ്രണ്ട് പറഞ്ഞ് ഡോക്ടർക്കെതിരെ നടപടി നമ്മൾ എടുക്കാന്ന് പറഞ്ഞിട്ടാണ് മൂപ്പര് ഇത് പരാതി എഴുതി വാങ്ങിയത്. ഒരു സംസാരിച്ചിട്ട് അതിന് വേണ്ടി നടപടി നമ്മൾ സ്വീകരിക്കുന്നെന്ന് പറഞ്ഞിട്ടാണ് ഉറപ്പ് തന്നിട്ടാണ് സ്വീകരിക്കാന്നാണ് നടപടി എടുക്കാന്നാണ് സൂപ്രണ്ട് പറഞ്ഞത്. അതിൽ വിശ്വസിക്കാണ്. പോലീസ് സ്റ്റേഷനിൽ പരാതി ഇപ്പം കൊടുക്കാൻ വേണ്ടി മെഡിക്കൽ കോളേജ് പോലീസിൽ താഴത്ത് കൊടുക്കണം. അതറിയില്ല, ഞാൻ അപ്പോൾ ആ കുഞ്ഞിൻ്റെ കുടുംബമാണ് മാധ്യമങ്ങളോട് സംസാരിക്കുകയായിരുന്നു. മെഡിക്കൽ കോളേജ് സൂപ്രണ്ട് പരാതി കൊടുത്തു, പോലീസ് സ്റ്റേഷനിൽ കൊണ്ട് പരാതി കൊടുക്കാൻ പോകുന്നത് പറഞ്ഞു. അപ്പോൾ എന്ന് പറഞ്ഞാൽ ഡോക്ടർ മാപ്പ് പറഞ്ഞത് കാരണം നിയമ നടപടിക്കില്ല എന്ന് കുഞ്ഞിൻ്റെ കുടുംബം പറഞ്ഞ ചില സൂചനകൾ വന്നിരുന്നു. അങ്ങനെയല്ല, അവർ നിയമ നടപടിയുമായി മുന്നോട്ടേക്ക് പോവുകയാണ്. അത് ആദ്യം സൂപ്രണ്ട്. ആ കുഞ്ഞിന് നാക്കിനൊന്നും ഒരു കുഴപ്പമില്ല. ഡോക്ടർ പറയുന്നത് നാക്കിനൊന്നും ഒരു കുഴപ്പമില്ല, നന്നായി സംസാരിക്കുന്ന കുഞ്ഞാണ്. പറ്റിയത് പിഴവാണ്, ഇനിയൊരു കുഞ്ഞിന് അങ്ങനെ ഉണ്ടായിക്കൂടാ, അതുകൊണ്ട് നിയമ നടപടി മുന്നോട്ടേക്ക് എന്ന് പറയുകയാണ് കുഞ്ഞിൻ്റെ കുടുംബം. നല്ല കാര്യം. വെൽക്കം ബാക്ക്. പ്രേക്ഷകരുടെ ഇപ്പോൾ വരുന്നൊരു വാർത്ത, ഫോർട്ട് കൊച്ചി കൊലപാതകത്തിലെ പ്രതി പിടിയിലെന്നൊരു വാർത്ത വരുന്നുണ്ട്. പ്രതി ആലനാണ് തോപ്പുംപടി പോലീസ് അറസ്റ്റ് ചെയ്ത്. മറ്റൊരു സങ്കടകരമായ വാർത്ത, ട്രാവലർ ദേഹത്തോട് കയറിയിറങ്ങി യുവാവിന് ദാരുണാന്ത്യം എന്നൊരു വാർത്ത കൂടി വരുന്നു. അത് കടാതി കുന്നക്കാലിലുണ്ടായ അപകടത്തിൽ തേവർമഠത്തിൽ സജിയുടെയും സിന്ധുവിൻ്റെയും മകൻ നന്ദു 19 വയസ്സേ ഉള്ളൂ. ട്രാവലർ ദേഹത്തൂടെ കയറിയിറങ്ങി ദാരുണാന്ത്യം എന്ന് വരികയാണ്. സങ്കടകരമായ വാർത്തകളുടെ ഒരു കുത്തൊഴുക്കാണ്. എന്ത് ചെയ്യും? ഭീതി വിതയ്ക്കുന്ന ജ്വരം. അത്യപൂർവ്വ രോഗമായ അമീബിക് മസ്തിഷ്ക ജ്വരം ബാധിച്ച മലപ്പുറം സ്വദേശിയായ 5 വയസ്സുകാരിയുടെ നില അതീവ ഗുരുതരമായി തുടരുന്നു. കോഴിക്കോട് മെഡിക്കൽ കോളേജിൽ വെന്റിലേറ്ററിലാണ് കുട്ടി. വിദേശത്തു നിന്നും മരുന്നെത്തിക്കാനുള്ള ആരോഗ്യവകുപ്പിന്റെ ശ്രമങ്ങളും തുടരുകയാണ്. കഴിഞ്ഞ 2 ദിവസമായി കുട്ടിയുടെ നില ഗുരുതരമായി തുടരുകയാണ്. വെന്റിലേറ്ററിന്റെ സഹായത്തോടെയാണ് ജീവൻ നിലനിർത്തുന്നത്. രോഗത്തിന് കൃത്യമായി മരുന്നില്ല എന്നതാണ് പ്രതിസന്ധി. ഒരു കൂട്ടം മരുന്നുകളുടെ മിശ്രിതമാണ് ഏക പ്രതിവിധി. ഇവ വിദേശത്തു നിന്നും എത്തിക്കാനുള്ള ശ്രമം തുടരുകയാണ്. ജനങ്ങൾ അതീവ ജാഗ്രത പാലിക്കണമെന്ന് ആരോഗ്യമന്ത്രി വീണ ജോർജ് 24നോട് പറഞ്ഞു.
വാസ്തവത്തിൽ വളരെ അപൂർവമായിട്ട് മാത്രമാണ് ഈ രോഗാണു ശരീരത്തിലേക്ക് പ്രവേശിക്കുന്നത്. ഇപ്പം മലപ്പുറം മുന്നിയൂർ പഞ്ചായത്തിലെ ഒരു 5 വയസ്സുള്ള കുട്ടി ഉൾപ്പെടെയുള്ള 5 പേർക്കാണ് ഇതുമായി ബന്ധപ്പെട്ട ചില പ്രശ്നങ്ങളുള്ളത്. അതിൽ 5 വയസ്സുള്ള കുട്ടിക്കാണ് വളരെ രോഗം സ്ഥിരീകരിച്ചിരിക്കുന്നത്. അതായത് അമീബിക് മെനിഞ്ചോ എൻകഫലൈറ്റിസ് എന്നുള്ളതാണ് ആ രോഗം. നമുക്ക് സാധ്യമായിട്ടുള്ള മെഡിസിൻ എല്ലാം നൽകുന്നുണ്ട്. അപ്പൊ അതിലൊരു പ്രശ്നം ഇതിന് കൃത്യമായിട്ടൊരു സ്പെസിഫിക് മെഡിസിൻ ഇല്ല എന്നുള്ളതാണ് അതിന്റെ ഒരു യാഥാർത്ഥ്യം. രോഗലക്ഷണങ്ങളുമായി കോഴിക്കോട് മെഡിക്കൽ കോളേജിൽ കഴിയുന്ന മറ്റ് 4 കുട്ടികളുടെയും ആരോഗ്യനില തൃപ്തികരമാണ്. ഇവരുടെ സ്രവം പരിശോധനയ്ക്കായി അയച്ചു. രോഗം ബാധിച്ച സാഹചര്യത്തിൽ കടലുണ്ടിപ്പുഴയുടെ മുന്നിയൂർ ഭാഗത്തിറങ്ങുന്നതിന് വിലക്കുണ്ട്. പ്രദേശത്ത് ബോധവൽക്കരണവും തുടരുകയാണ്. 24 കോഴിക്കോട്. പത്തനംതിട്ട നിരണത്ത് വീണ്ടും പക്ഷിപ്പനി സ്ഥിരീകരിച്ചു. 11ാം വാർഡിൽ നടത്തിയ പരിശോധനയിൽ 1000-ഓളം താറാവുകൾക്കാണ് പക്ഷിപ്പനി സ്ഥിരീകരിച്ചത്. വിവരങ്ങളുമായി ശ്രീകുമാർ. ശ്രീത്തപ്പോൾ അതിന്റെ സ്വാഭാവിക നടപടിക്രമമായ കള്ളിങ് അല്ലെ, കൂട്ടമായി പക്ഷികളെ കൊന്നൊടുക്കുന്ന നടപടിയാകുമല്ലേ ഇനി? അതെ ഹാഷ്മി, അതായത് ഇപ്പോൾ കഴിഞ്ഞ ദിവസമാണ്, ഏതാണ്ട് ഒരു 4 ദിവസം മുൻപാണ് ഇത്തരത്തിൽ കൂട്ടത്തോടെ താറാവുകൾ ചാകുന്ന ഒരു സ്ഥിതി ഉണ്ടായത്. അത് 2 കർഷകരുടേതാണ്. നിരണത്തെ 2 കർഷകരുടെ താറാവുകൾ കൂട്ടത്തോടെ ചാകുന്നു. ഉടൻ തന്നെ കേന്ദ്ര ലാബിലേക്ക്, ഭോപ്പാലിലെ കേന്ദ്ര ലാബിലേക്ക് പരിശോധനയ്ക്ക് അയക്കുന്നു സാമ്പിളുകൾ. ഇന്ന് അല്പസമയം മുൻപാണ് റിസൾട്ട് വന്നത്. നമ്മൾ അല്പസമയം മുൻപ് ഇതിന്റെ കള്ളിങ് കോർഡിനേറ്ററുമായൊക്കെ സംസാരിച്ചിരുന്നു. ഡോക്ടർ ജോർജ് വർഗീസ്, അദ്ദേഹം അടക്കം പറയുന്നത് കള്ളിങ് നടപടിക്രമങ്ങൾ അടുത്ത ദിവസം, അത് നാളെയോ അല്ലെങ്കിൽ മറ്റന്നാളോ മുതൽ ആരംഭിക്കുമെന്ന് തന്നെയാണ്. ഏതാണ്ട് 1000-ഓളം താറാവുകളുടെ ഒരു കണക്ക് ഇപ്പോൾ എടുത്തിട്ടുണ്ട്. ആ സാമ്പിളുകളാണ് പോസിറ്റീവായി കണ്ടത്. ഇവിടെ ഒരു 12,000-ഓളം താറാവുകളെ, വളർത്തുപക്ഷികളെ തന്നെ ഏതാണ്ട് 1 കിലോമീറ്റർ ചുറ്റളവിലുണ്ട്. ഇത് താറാവുകളും കോഴികളും അടക്കം ഇത്തരം പക്ഷികളെ കൊന്നൊടുക്കേണ്ടി വരുമെന്ന് തന്നെയാണ് ഏറ്റവും ഒടുവിൽ അറിയിച്ചിട്ടുള്ളത്. അതായത് നിരണം 5ാം വാർഡിലെ സർക്കാർ ഡക്ക് ഫാമിലായിരുന്നു ആദ്യഘട്ടത്തിൽ സ്ഥിരീകരിച്ചത്. അവിടെ കള്ളിങ് നടപടിക്രമങ്ങൾ ഇപ്പോഴും പുരോഗമിച്ചുകൊണ്ടിരിക്കുകയാണ്. അത് 4500-ഓളം താറാവുകൾ ഉണ്ടായിരുന്നു. അത് ശ്രമകരമായ ജോലിയാണ്. അതിനെ ദയാവധത്തിന് വിധേയമാക്കി പിന്നീട് ഗ്യാസ് ചേമ്പറിലിട്ടാണ് സംസ്കരിക്കുന്നത്, കത്തിച്ചു കളയുന്നത്. എന്തായാലും ഇതും അതുപോലെ തന്നെ സമാനമായ രീതിയിൽ തന്നെ ചെയ്യാനാണ് തീരുമാനിച്ചിട്ടുള്ളത്. അതിനുവേണ്ടി തൊട്ടടുത്ത ദിവസം, അതായത് നാളെ തന്നെ ഒരു യോഗം നിരണ പഞ്ചായത്തിൽ ജില്ലാ കളക്ടർ വിളിച്ചു ചേർക്കും. അതിനുശേഷം തൊട്ടടുത്ത ദിവസം, അതിൽ മറ്റന്നാളോ അല്ലെങ്കിൽ അതിന് തൊട്ടടുത്ത ദിവസമോ കള്ളിങ് നടപടിക്രമങ്ങൾ ആരംഭിക്കുമെന്നാണ് അറിയിച്ചിട്ടുള്ളത്. എന്തായാലും അതീവ ജാഗ്രതയിലാണ് നിരണം മേഖല. 1 കിലോമീറ്റർ ചുറ്റളവിലുള്ള മുഴുവൻ പക്ഷികളെയും വളർത്തുപക്ഷികളെയും കൊന്നൊടുക്കാനുള്ള ഒരു തീരുമാനത്തിലേക്കാണ് ഇപ്പോൾ കടന്നിരിക്കുന്നത്. പാലക്കാട് പറക്കുന്നത്ത് ജല അതോറിറ്റി പൈപ്പിടാനെടുത്ത കുഴിയിൽ വീണ ഒരാൾ മരിച്ചു. വടക്കന്തറ സ്വദേശിയാണ് സുധാകരൻ മരിച്ചത്. ജോലി കഴിഞ്ഞ് വീട്ടിലേക്ക് മടങ്ങവേ ബൈക്ക് കുഴിയിൽ വീണാണ് അപകടമുണ്ടായത്. വിവരങ്ങളുമായി നിഖിൽ പരമേശ്വരൻ. നിഖിൽ, 3 മാസമായി കുഴി മൂടണം എന്നാവശ്യപ്പെട്ടിരുന്നു എന്നൊക്കെ പറയുന്നു. സ്ഥിരീകരിക്കാൻ കഴിയുന്നുണ്ടോ? എന്താണ് നാട്ടുകാർ പറയുന്നത് നിഖിൽ? എന്തായാലും വലിയ വേദന ഉണ്ടാക്കുന്ന ദൗർഭാഗ്യകരമായ മരണം. ലക്ഷ്മി, വലിയ വേദന ഉണ്ടാക്കുന്ന ഒരു വിയോഗം തന്നെയാണ് ഉണ്ടായിട്ടുള്ളത്. വടക്കന്തറ സ്വദേശി സുധാകരനാണ് ഈ കാണുന്ന വാട്ടർ അതോറിറ്റി എടുത്ത കുഴിയിൽ വീണ് ജീവൻ നഷ്ടമാകുന്ന സാഹചര്യം ഉണ്ടായത്. ഇന്നലെ വൈകിട്ട് അദ്ദേഹം ജോലി കഴിഞ്ഞ് മടങ്ങിപ്പോകുമ്പോഴാണ് ഈ സംഭവം. നാട്ടുകാർ നിരന്തരം ആവശ്യപ്പെട്ടിരുന്നതാണ് ഈ കുഴി മൂടാൻ വേണ്ടി. കുറേയേറെ നാളുകളായി ആളുകൾ ഈ കുഴി മൂടാൻ വേണ്ടി ആവശ്യപ്പെടുന്നുണ്ടായിരുന്നു. ഏതാണ്ട് 3 മാസത്തിലധികമായി ഈ കുഴി ഇങ്ങനെ കിടക്കുന്നുണ്ട്. അതിനിടെ അദ്ദേഹം ജോലി കഴിഞ്ഞ് മടങ്ങുന്നതിനിടെ ഈ കുഴിയിൽ അദ്ദേഹത്തിന്റെ ബൈക്ക് വീഴുകയും തുടർന്നാണ് അദ്ദേഹം തലയ്ക്ക് പരിക്കേൽക്കുകയും പാലക്കാട് ജില്ലാ ആശുപത്രിയിൽ ആദ്യം എത്തുകയും പിന്നീട് തൃശ്ശൂർ മെഡിക്കൽ കോളേജിലേക്ക് അദ്ദേഹത്തെ കൊണ്ടുപോവുകയുമായിരുന്നു. ഇത്ര വലിയൊരു കുഴി ഇവിടെ ഉണ്ടായിട്ടും അത് ആളുകൾ ശ്രദ്ധിക്കണമെന്ന് മുന്നറിയിപ്പ് നൽകാൻ ഇട്ടിരിക്കുന്നത് ഈ ചെറിയ കമ്പുകളും അതോടൊപ്പം തന്നെ ഈ പഴങ്ങളൊക്കെ കൊണ്ടുപോകുന്ന തരത്തിലുള്ള ഒരു പെട്ടിയുമാണ്. അത് സത്യത്തിൽ ഈ വാട്ടർ അതോറിറ്റിയുടെ അനാസ്ഥയാണ് ഒരു ജീവൻ ഇപ്പോൾ നഷ്ടമാക്കുന്ന സാഹചര്യം ഉണ്ടായത്. ഇപ്പോൾ ഇവിടുത്തെ ഒരു പ്രദേശവാസി നമ്മളോടൊപ്പം ഉണ്ട്. ഇത് ഒരുപാട് നാളായിട്ട് മൂടണം എന്ന് ആവശ്യപ്പെട്ടൊരു കുഴിയാണല്ലേ? ഇവിടുത്തെ ജനങ്ങൾ ആവശ്യപ്പെട്ടാണ്, കൗൺസിലും പരാതി കൊടുത്തിട്ടുണ്ട്. അപ്പോൾ അവരെന്താ അറിയില്ല, സാധാരണ ഇത്ര വഴുകാറില്ല. ഇത് പിന്നെ മഴയായതുകൊണ്ട് അങ്ങനെ കുറച്ചും കൂടി ആദ്യം ഇത്ര ഉണ്ടായിരുന്നില്ല. ഈ താണപ്പോൾ എന്തായി, അദ്ദേഹത്തിന് ഇത് അറിഞ്ഞില്ല. എന്നാണ് സംഭവിച്ചതെന്ന് അറിയില്ല. ഇന്നലെ രാത്രി അപ്പം തന്നെ ഹോസ്പിറ്റലിൽ കൊണ്ടുപോയി. ഇന്നാണ് ഇപ്പോൾ അറിഞ്ഞത് മരണപ്പെട്ടത്. ഏതാണ്ട് 6:30 കൂടിയായിരുന്നു അപകടം. ചെറിയ മഴയുണ്ടായിരുന്ന സമയമായിരുന്നു. ചെറിയ മഴയുണ്ടായിരുന്നു. അദ്ദേഹത്തിന്റെ സഹപ്രവർത്തകരാണ് ഇവരൊക്കെ. വലിയ വേദനയിലാണ് അവരെല്ലാവരും. കാരണം ഒരു ജീവനാണ് നഷ്ടമായിരിക്കുന്നത്. എപ്പോഴാണ് നിങ്ങളൊക്കെ അറിഞ്ഞത് ഈ വിവരം? ഞങ്ങളിന്ന് രാവിലെ അറിഞ്ഞു. രാവിലെ ഞങ്ങൾ ഒരു 6:30 ശരി, വലിയ അതിഗുരുതരമായ സംഭവമാണ്. 3 മാസമായി കുഴി മൂടാൻ ആവശ്യപ്പെട്ടും അധികൃതർ ചെയ്യുന്നില്ല എന്നാണ് ആരോപണം. എന്തായാലും നിഖിൽ പ്രമേഷ് സംസാരം തുടരും. നമുക്ക് അടുത്ത ബുള്ളറ്റിനുകൾ എന്തായാലും കൊടുക്കാം. നമ്മുടെ സമയം തീരുന്നുകൊണ്ടാണ് ഇടപെട്ടത്. ഇപ്പോഴത്തെ കാലാവസ്ഥ കാണാം. ഇപ്പോഴത്തെ കാലാവസ്ഥ സമർപ്പിക്കുന്നത് ബർജർ പെയിന്റ്സ് 100 years of trust.
അപ്പോൾ നമ്മുടെ ആ ഉച്ച വാർത്തായാത്ര തൽക്കാലം പൂർണ്ണമാകും.